ബ്രദറെ, എനിക്കൊരു സാക്ഷി ബ്രദറെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ ഈ ബ്രദറിൻ്റേത് വൈകിട്ട് ഞാൻ ഒരു ഇവിടുത്തെ സമയം ഞാൻ ഇറ്റലിയിലാണ്. ഇവിടുത്തെ സമയം ഒരു 9:30 10 ആകുമ്പോൾ ഞാനിത് യൂട്യൂബിനകത്താണ് കേൾക്കുന്നത്. എനിക്ക് 5 മണിക്കത്തെ തുടങ്ങുമ്പോൾ എനിക്കത് കൂടാൻ പറ്റത്തില്ല. കൂടാൻ എനിക്കിവിടെ സമയക്കുറവാണ്. ആ സമയത്ത് ഇവിടെ ജോലിയുടെ തിരക്കാണ് എനിക്ക്. ആ സമയത്ത് എന്നും എൻ്റെ ജോലി. അപ്പോൾ എനിക്ക് അന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഒരു 9:30 10 ആകുമ്പോൾ ഞാൻ ഫ്രീ ആകും ഇവിടുത്തെ സമയം. അപ്പോൾ ഞാനത് യൂട്യൂബിനകത്ത് കേൾക്കും. പിറ്റേ ദിവസം ഒന്നും കൂടെ ഞാൻ കേൾക്കും. അങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പം ബ്രദർ ഇന്നലെ പറഞ്ഞായിരുന്നു, ഒരു വീടിൻ്റെ പുറകിലേക്ക് ചെല്ലുമ്പം അവിടെ ഇങ്ങനെ കുറച്ച് മൺകൂന പോലെ ഇങ്ങനെ കുന്നായിട്ടിങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ കുറേ കപ്പ നിൽക്കുന്നതായിട്ടും ആ ഭവനത്തിൽ തന്നെ ഒരു മോളിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ ഭവനത്തിലെ ഒരു ആൺപൈതലിനെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അത് എൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത്, ഞങ്ങളുടെ പറമ്പ് കഴിഞ്ഞ് അപ്പുറത്ത് പുറകെ ഇങ്ങനെ മൺതിട്ട പോലെ നിൽക്കുന്നത്. അത് അങ്ങോട്ട് ബാക്കി പറമ്പ് അങ്ങനെ മൺതിട്ട പോലെയുള്ള പറമ്പാണ്. അവിടെ കപ്പയാണ് അവിടെ വീണിട്ടേക്കുന്നത്. പിന്നെ മോളി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് മോളി. എനിക്കൊരു മോനുണ്ട്. ആൺപൈതലിനെ അനുഗ്രഹിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അവൻ UK-യിലാണ് ജോലി ചെയ്യുന്നത്. അവൻ 1 വർഷമായി ജോലിക്ക് കയറിയിട്ട്. അവൻ ഇതുവരെ അവർ കോൺട്രാക്റ്റ് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ ഇന്നലെ പറഞ്ഞു എന്നോട്, ഇങ്ങനെ കോൺട്രാക്റ്റ് വെക്കാൻ അവർ പാസ്പോർട്ടും ഫോട്ടോയും വേറെ ഏതാണ്ടുള്ള ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കോൺട്രാക്റ്റ് വെക്കാനുണ്ട്. അപ്പം ബ്രദർ ഇന്നലെയാണ് അത് പറയുന്നതും, ആ കുടുംബത്തിലെ ആൺപൈതലിനെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട്. അപ്പം ഞാനത് ഏറ്റെടുക്കുവാണ്. അതെൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും നിങ്ങൾ എത്ര പേര് ആ സാക്ഷ്യം കേട്ടെന്ന്, എത്ര പേര് അത് സാക്ഷ്യം കഴിഞ്ഞ ദിവസം ആലോചന കേട്ട എത്ര പേരുണ്ടായിരുന്നു? ആലോചന കേട്ട എത്ര പേരുണ്ടായിരുന്നു? സോറി, മൈക്ക് മ്യൂട്ടായിരുന്നു. എത്ര പേര് ആലോചന കേട്ടായിരുന്നു? ഓക്കെ. അപ്പോൾ ആ സഹോദരി കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഓരോ ദിവസവും നമ്മുടെ ഈ മെസ്സേജുകളും അപ്പോൾ വരുന്ന ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ സാക്ഷ്യം കിടന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറഞ്ഞത് ആ മെസ്സേജ്, അതായത് ആ ദൈവിക ആലോചന ഇന്നലത്തെ അല്ലെന്ന് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ദിവസത്തെ ആലോചനയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞത്, വീടിൻ്റെ പുറകുവശത്ത് കപ്പ ഇട്ടിരിക്കുന്ന ഒരു വീട് കാണിക്കുന്ന ആ കപ്പയ്ക്കകത്ത് ആ വെളിപ്പെട്ടതുപോലെ ഒരു പേരുകാരിയുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ കാണിക്കുന്നു. ആ കുടുംബത്തിലൊരു ആൺ പൈതലുണ്ട്. ആ കുടുംബത്തിലുള്ള ഒരു ആൺ പൈതലിനെ കർത്താവ് സ്പർശിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ സഹോദരി പ്രവചനാലോചന, തൻ്റെ വീടിൻ്റെ ആലോചന എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത സമയത്ത് ആ സൗരി പറഞ്ഞ പോലെ 1 വർഷമായിട്ട് വിസ അടിക്കാതെ ഇങ്ങനെ ആ വിഷയം ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. 1 വർഷമായിട്ട് ഈ ആലോചന കേട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ കമ്പനിക്കാർ വിളിച്ചിട്ട് പറഞ്ഞിട്ട് പാസ്പോർട്ടും പേപ്പറുകളൊക്കെ ഇട്ടെങ്കിൽ വാ, ഞങ്ങൾ വിസ അടിക്കാൻ റെഡിയാണ്. അലച്ചു നോക്കി, അത് 1 വർഷമായിട്ട് വിളിക്കാത്ത, റെസ്പോണ്ട് ചെയ്യാത്തവർ ആലോചന ഏറ്റെടുത്തതിൻ്റെ പിറ്റേ ദിവസം മകൻ്റെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തിലെ ആൺ തലമുറയെ കർത്താവ് സ്പർശിക്കുന്നു. ഒരു അത്ഭുതത്തെ കർത്താവ് ചെയ്യുവാൻ പോകുന്നതായിരുന്നു ആലോചന. അതേപോലെ തന്നെ പിറ്റേ ദിവസം 1 വർഷമായിട്ട് നടക്കാതിരുന്ന ആ കാര്യത്തെ കർത്താവ് ചെയ്തു. അപ്പോൾ എന്നാലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങൾ കർത്താവിൻ്റെ പ്രവചന ആലോചനകളിലൂടെ ആ വിടുതലിനെ കൊണ്ടുവരുവാൻ കഴിയും. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കൃപാവരങ്ങളെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാവരത്തിലൂടെ അത് വെളിപ്പെടുത്തിയിട്ട് അതിൻ്റെ തടസ്സത്തെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുക. ഇപ്പം എങ്ങനെ ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ ഒരു പ്രവചന ആത്മാവും ഡിസൈനിങ് സ്പിരിറ്റിലൂടെ അത് വെളിപ്പെട്ടു. അവരുടെ വീട്ടിലെ കാര്യങ്ങൾ, വീടിൻ്റെ പൊസിഷൻ, ആ വീട് എങ്ങനെ ഇരിക്കുന്നു, ആ വീടിൻ്റെ പുറകിൽ എന്താണുള്ളത്, ആ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആ അടയാളത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം വെളിപ്പെടുത്തി. ആ കുടുംബത്തിലുള്ള ഒരു ആൺ പൈതലിനെ ദൈവം തൊടുന്നു. അപ്പോൾ അത് തൊടുന്നു എന്ന് പറയുമ്പോൾ അവിടെ മുതൽ ആ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെട്ടെങ്കിലും തൊടുന്നത് യേശു തന്ന അഭിഷേകമാണ് അവിടുത്തെ. ഇപ്പം ഞാനിപ്പോൾ പറയാം, യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി തീരുന്നു എന്ന് പറയുമ്പം നിങ്ങളിലും എന്നിലിരിക്കുന്ന അഭിഷേകം ആ തടസ്സത്തെ വെട്ടിമാറ്റുക. ഇതാണ് നമ്മുടെ അധികാരം. ഞാൻ ഇന്ന് അത് ബേസ് ചെയ്തെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആ പ്രവചനം വെളിപ്പെട്ടിട്ട് ആ തടസ്സത്തെ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്തപ്പോൾ ആ 1 വർഷമായിട്ട് മകൻ്റെ ഭാവി, എന്നാലും ചോദിക്കുക, 1 വർഷമായിട്ട് വിസ അടിക്കാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു പ്രോബ്ലമായിരുന്നു. അതൊരു കുരുക്കായിരുന്നു. ആ കുരുക്കിനെ കർത്താവ് എടുത്തു മാറ്റി ദൈവം അവിടെ അത്ഭുതം ചെയ്തു. ആ സഹോദരിക്ക് നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ കഴിയാത്ത കാര്യം പറഞ്ഞല്ലോ. ഇറ്റലിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ജോലിക്കിടയ്ക്കൊക്കെയാണ് ഈ ടൈം. അവിടെ നമുക്കറിയാം ടൈം ഡിഫറൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് പലർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല. യൂട്യൂബിലൊക്കെ സ്ഥിരം പ്രേക്ഷകരുണ്ട്. അവർക്ക് പലപ്പോഴും കഴിയാത്തത്
ഈ ടൈമിൻ്റെ കുഴപ്പമാണെങ്കിലും സ്ഥിരതയോടെ അവർ കേൾക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ ഇങ്ങനെ അയച്ചു തരുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇനിയും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാനുണ്ട്. ഞാനിങ്ങനെ ഓരോ ഇതൊക്കെ കേട്ടുകൊണ്ട് വരുമ്പോഴാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ തുടർമാനമായിട്ട് സാക്ഷ്യങ്ങൾ, അപ്പോൾ സൂമിൽ മാത്രമല്ല യൂട്യൂബിൽ കാണുന്നവരും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവചന ആലോചനയുടെ നിവൃത്തിയാണെന്ന് കേട്ടത്. അപ്പോൾ നിങ്ങളൊരു ആലോചന കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ ചുമ്മാ ഏറ്റെടുക്കുമല്ല. ഇപ്പോൾ കണ്ടില്ല അതിൻ്റെ റിസൾട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളുമുണ്ട്. അതുകൊണ്ട് ഏറ്റെടുക്കുന്നവർ ശ്രദ്ധിക്കുക. കർത്താവ് നിങ്ങളെ സാക്ഷ്യമാക്കി മാറ്റുവാൻ ശക്തിയുണ്ട്. കേൾപ്പിച്ച ആലോചനയ്ക്കായി നന്ദി പറയുന്നു. ഇന്നും അത്ഭുതം നടക്കും. ഇന്നലെ നമ്മൾ കേട്ടു വലിയ രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യം കേട്ടു. കഴിഞ്ഞ ദിവസം സൗകര്യം പറഞ്ഞ തന്നെ ആ ഒരു കൈയുടെ മുഴ അപ്രതീക്ഷിതമായിരുന്നു. എല്ലിൻ്റെ അവിടെ ഉണ്ടായിരുന്ന മുഴ സൗഖ്യമായത്, വർഷങ്ങളായിട്ടുള്ള രോഗബന്ധനങ്ങൾ സൗഖ്യമായ സാക്ഷ്യം നമ്മൾ കേട്ടു. പിന്നെയും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾപ്പിക്കുവാനുണ്ട്. തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്ക് ലൈവിൽ നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്ന അവസരമാണ് ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങുകൾക്കൊക്കെയും. എറണാകുളത്തും കോട്ടയത്തും കൊല്ലത്തും ഒക്കെയും നിങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വന്ന് സാക്ഷ്യങ്ങളെ പറയുവാൻ അവസരമുണ്ട്. ഒരു മടിയും വേണ്ട. യേശുവിനെ ഉയർത്തുവാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കല്. നമുക്ക് മനുഷ്യനെ പേടിക്കേണ്ട കാര്യമില്ല. മനുഷ്യൻ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ അടിതെറ്റി വീണ് കഴിഞ്ഞാൽ ഒരുത്തനും നമ്മളെ നോക്കാനും പിടിക്കാനും വരത്തില്ല. ഒരാളും സഹായിക്കത്തില്ല. അവിടെയും നമ്മുടെ സഹായം യേശുവാണ്. അപ്പം കർത്താവിനെ ഉയർത്തുവാൻ ലഭിക്കുന്ന ഓരോ അവസരവും എന്ത് ചെയ്യരുത്, നിങ്ങൾ പാഴാക്കല്. ആമേൻ. ഞാൻ വേഗത്തിൽ തന്നെ വചനത്തിലേക്ക് ഇന്ന് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാൻ ഇന്നലെ ഒരു തുടക്കം ഇട്ടിരുന്നു. ഞാനതിൻ്റെ ഒരു ബാക്കി ഭാഗത്തോട്ടൊന്ന് പോവുകയാണ്. ഇന്നലെ തുടക്കം ഇട്ടതിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്തും നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക എന്നൊരു വചനഭാഗത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അപ്പോൾ ഞാൻ ആ സഹോദരി പറഞ്ഞ പോലെ, സഹോദരി ഞാൻ ആലോചന ഒന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഈ ആലോചനയിലേക്ക് കയറുന്നതിന് മുമ്പ് ചില കാര്യം ഞാനൊന്ന് ചോദിക്കാൻ വേണ്ടി പോവാണ്. സൂസി സിസ്റ്റർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ സൂസി സിസ്റ്റർ പറഞ്ഞ പോലെ സ്വപ്നത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്നോട് നമ്മുടെ US-ലുള്ള സഹോദരിയാണ് എന്നെ എന്ത് ചെയ്തത്, സൂസൻ സിസ്റ്റർ എന്നെ വിളിക്കുന്നതാണ്. സൂസൻ സിസ്റ്റർ ഇന്ന് പ്രയറിലുണ്ടോ? US-ലുള്ള സൂസൻ സിസ്റ്റർ പ്രയർ കേട്ടുണ്ടോ? സംസാരിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാണ്. ഇന്നലെ ഇല്ലായിരുന്നല്ലേ? എനിക്ക് ഈ ആഴ്ച മുഴുവൻ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല. ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ. കുഴപ്പമില്ല. ഇന്നലത്തെ സാക്ഷ്യം കേട്ടായിരുന്നോ? ഇല്ല എനിക്ക് ഇന്നലെ കേറാൻ ഞാൻ വൈകിട്ടാ വന്നത്. അപ്പൊ ഞാൻ കേട്ടില്ല. ഓക്കെ. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു, സൂസൻ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഒരു പേര് പറയുകയായിരുന്നു, റീബ എന്നൊരു പേര് പറയുകയും, അപ്പോൾ ആ പേര് കേട്ടിട്ടാണ് നമ്മൾ സാധാരണ ഫോണിൽ ഇങ്ങനെ പ്രയർ റിക്വസ്റ്റുകൾ പറയുന്നത് പോലെ ഞാൻ കേൾക്കുന്നത്. പക്ഷേ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഉറക്കേണ്ടി, കർത്താവ് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. അപ്പോൾ വെളിപ്പെടുത്തി നമ്മൾ ഇന്നലെ കേട്ടു. ഞാൻ ഇന്നലെ ഇത് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു കൺഫർമേഷൻ വെളിപ്പെട്ടു. നമ്മുടെ ഇന്നലെ സാക്ഷ്യം പറഞ്ഞ സഹോദരി ഇതിൻ്റെ അകത്തുണ്ട്. ആ സഹോദരിയുടെ പേര് എനിക്ക് വന്നത് സൂസി എന്നങ്ങനെ എന്താ അല്ലേ, സൂസി സഹോദരി എന്നിട്ടേക്കുന്നത്. അപ്പോൾ ആ സഹോദരി എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ വിദേശത്തേക്ക് താൻ നേരത്തെ ജോലി ചെയ്ത് വീട്ടിലോട്ട് പോകണോ വേണ്ടയോ, ഇങ്ങനെ ഒരു ഭാരപ്പെട്ട് നീക്കുക, കൺഫ്യൂഷൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സിസ്റ്റർ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? സിസ്റ്റർ എന്തായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അങ്ങോട്ട് തിരിച്ചു പോകാനായിരുന്നോ? ബ്രദറെ, ഞാൻ ഇങ്ങനെ എന്നെ 1-ാം തീയതി ആയപ്പോ ഞാൻ ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പൊ ഇടയ്ക്ക് എന്നോട് ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചപ്പോ ഞാൻ അന്നേരം എനിക്ക് പോകാൻ ഇപ്പൊ വരാൻ പറ്റത്തില്ലെന്നു. അപ്പൊ ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്, അവരെ വിശേഷം അന്വേഷിക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ നിക്കണ ചേച്ചി പോവുകയാണ്, അപ്പൊ ഞാൻ ഡിസംബർ കഴിയുമ്പോ ജനുവരിയിലേക്ക് ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഉള്ളിൽ ഇങ്ങനെ പോണോ വേണ്ടേ, ദൈവമേ ഇടപെടണം, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാൻ ഇവിടെ മുതലേ ശ്രദ്ധിക്കണം. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഇടപെടണം. സിസ്റ്റർ ഇപ്പം നമ്മുടെ കൂടെ സിസ്റ്റർ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല എപ്പോഴും നിങ്ങൾ ഈ ഒരു സ്പിരിച്വൽ കവറിങ്ങിൻ്റെ അകത്താണ് ഞാൻ എപ്പോഴും പറയുമ്പോൾ ചിലർ ചിന്തിക്കും, ബ്രദർ ഈ സൂം മീറ്റിങ്ങിൻ്റെ അകത്തും യൂട്യൂബിലും കൂടുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ സ്പിരിച്വൽ കവറിങ്ങിൽ വരുന്നത്? അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നോട് ഇടപെടണം, ഞാൻ പോകണോ വേണ്ടോ. അപ്പോഴാണ് കർത്താവ് ഇന്നലെ പറഞ്ഞത്, റീബ എന്ന് പറയുന്ന ഒരു മോളുടെ ഒരു കൊച്ചിനെ കാണിക്കുന്നു. ആ കൊച്ചിൻ്റെ വീടിൻ്റെ അകത്ത് ഒരു പെറ്റ്, ഈ തത്തമ്മ പോലത്തെ ഒരു പെറ്റിനെ ഇങ്ങനെ ഒരു വീടിൻ്റെ അകത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈൻ കാണിച്ചപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്, ഞാൻ അവിടെ മിഡിൽ ഈസ്റ്റിൽ നിന്നിരുന്ന വീട്ടിലെ കൊച്ചാണ് ഈ തത്തമ്മ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ വീടിൻ്റെ കാര്യങ്ങളാണ് കർത്താവ് വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം ഒരു കൺഫർമേഷൻ, പ്രിയ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടപെടണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്ത് ചെയ്തു, എന്നോട് ശരിക്കും പറഞ്ഞാൽ ഇടപെടേണ്ട കാര്യമില്ല.
പക്ഷേ ദൈവം നമ്മളെ എല്ലാവരെയും ഈ ഒരു കൂട്ടായ്മയിൽ ആത്മീയമായി കണക്ട് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എപ്പോഴും പറഞ്ഞത്, ഇവിടെ നിങ്ങൾ കൂടി വരുമ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സാക്ഷ്യമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ആലോചനയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിലയിരുത്തേണ്ടത് ആര് പറയുന്നുള്ളതല്ല, നിങ്ങളത് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സാക്ഷ്യമായിട്ട് മാറും. ആമേൻ. അപ്പം ഞാനത് നാളെ ഞാൻ പറഞ്ഞു, കൃപാവരങ്ങളിൽ നമ്മളോട് ദൈവം ഇടപെടുന്നത് പല ഇടപെടലുകളുണ്ട്. എനിക്ക് വളരെ വിരളമായിട്ടാണ് സ്വപ്നത്തിലൂടെ ദൈവം സംസാരിച്ചിട്ടുള്ളത്. 1 2 എനിക്ക് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടായിരിക്കാം, എങ്കിലും എടുത്തു പറയാൻ പറ്റുന്ന 2 3 ഉള്ളൂ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ദൈവം എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ആത്മാവിലൂടെയാണ്. പലപ്പോഴും ദൈവം നമ്മൾ കേൾക്കുന്ന പ്രവചന ആലോചനകളൊക്കെയും സ്പിരിറ്റിലാണ് ഞാൻ കേൾക്കുന്നത്. പല രീതിയിൽ ഞാൻ കേൾക്കാറുണ്ട്, പല രീതിയിൽ വരാറുണ്ട്. അപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെയും ഒത്തിരി ആൾക്കാരോട് ഷെയർ ചെയ്ത്, ബ്രദർ എനിക്കിപ്പോൾ പല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ മുൻകൂട്ടി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ട് വരുന്നുണ്ട്, പലരെക്കുറിച്ച് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്, അവരുടെ പേരുകൾ, അവരുടെ ഹൃദയത്തിലെ കാര്യങ്ങളൊക്കെയും ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഒത്തിരി പേർക്ക് ആ കൃപാവരങ്ങളുടെ ജ്വലനം ഉണ്ടായെന്ന് കേൾക്കാൻ സന്തോഷമുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊരു സെക്ഷൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി ഒരു എക്സ്ട്രാ ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, കൂടുതൽ ഗുണം ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കും, ഒരു വ്യക്തിയെ കാണുമ്പോൾ എങ്ങനെയാണ് അത് കർത്താവ് അത് സംസാരിക്കുന്നുള്ളത് നമ്മളൊരു എക്സ്ട്രാ ക്ലാസ് വെക്കുന്നുണ്ട്. അത് ഈ സൂമിലല്ല, വേറൊരു സൂം ക്ലാസ് വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതിൽ പങ്കുചേരാം. ആമീൻ. അപ്പോൾ ഞാനിന്ന് വേഗത്തിൽ വചനത്തിലേക്ക് പോവുകയാണ്. ആ 2 ആലോചന ഞാൻ ഇടയ്ക്ക് സിസ്റ്റർ അങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ കർത്താവ് ഇവിടെ ദൈവരാജ്യത്തിൻ്റെ കർത്താവിൻ്റെ വരവിനെ പറ്റിയും അങ്ങനെയുള്ള ഉപമകൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ഉപമ പറയുന്ന സമയത്ത് യേശു ക്രിസ്തു ഒരു ഉദാഹരണം അവിടെ പറയുകയാണ്. നിങ്ങൾ തുടക്കത്തിൽ വായിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് ഇടയ്ക്ക് ഇത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ആ ഉപമ അവിടെ കാണാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ കർത്താവ് തുടക്കത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ, നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത്, അങ്ങനെ കുറേ കന്യകമാരുടെ ഉപമ നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അതിന് പറഞ്ഞു വന്നതിന് ശേഷം വീണ്ടും കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഉപമ യേശു പറയുകയാണ്, ഒരുത്തന് 5 താലന്തും ഒരുത്തന് 2 താലന്തും ഒരുത്തന് 1, ഇങ്ങനെ ഓരോരുത്തൻ അവനവൻ്റെ പ്രാപ്തിക്ക് കൊടുത്തു യാത്ര പുറപ്പെട്ടു. 5 താലന്ത് സമ്പാദിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാനന് ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസൻ യജമാനന്റെ അടുക്കൽ വന്ന് കണക്ക് തീർത്തു. എന്നിട്ട് പറയുകയാണ്, 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനൻ 5 താലന്തോളം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ വന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. 2 താലന്ത് ലഭിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിനക്ക് 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്ന യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, 1 താലന്ത് ലഭിച്ചവൻ അവൻ്റെ അടുക്ക് വന്ന യജമാനൻ, നീ വിതയ്ക്കാത്തത് കൊയ്യുകയും നീ വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെ ഞാൻ അറിയുന്നു. ഭയപ്പെട്ട് ചെന്ന് നീ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാൻ ഉത്തരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് ചേർക്കുകയും ചെയ്യുന്നവൻ നീ അറിഞ്ഞുവല്ലോ. നീ ദ്രവ്യം വാണിഭമോ പൊൻപാണിവക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേതും പലിശയോടുകൂടെ വാങ്ങിക്കുമായിരുന്നു. ശ്രദ്ധിച്ചോണം, എൻ്റെ ദ്രവ്യൻ പൊൻവാണിവക്കാരെയോ ഏൽപ്പിച്ചു വരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ വന്ന് പലിശയോടുകൂടെ അത് വാങ്ങുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്നും എടുത്ത് 10 താലന്തുള്ളവന് കൊടുത്തു. എന്നിട്ട് പറയാണ്, ഉള്ളവനോ ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടുകൂടോ ഇത് എടുത്ത് കളയും. എന്നെ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്ന ഒരു വചന ഭാഗമാണിത്. ഒത്തിരി എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ എന്നെ സഹായിച്ച ഒരു വചന ഭാഗമാണ് ഈ ഒരു വചനചിന്ത. അപ്പോൾ ഇതിൻ്റെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു വ്യക്തി യേശുവിലേക്ക് വരുന്ന സമയത്ത്, ഒരു സന്ദർഭത്തിൽ, നിങ്ങൾ കർത്താവായ യേശുവിനെ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, നമുക്ക് ദൈവം ചില താലന്തുകളെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞൊരു വാക്യമുണ്ട്, ദൈവരാജ്യം നിങ്ങൾ പോയി പ്രസംഗിക്കണം, രോഗികളെ എന്ത് ചെയ്യണം,
സൗഖ്യമാക്കണം, ഭൂതങ്ങളെ എന്ത് ചെയ്യണം. ഞാൻ ആ വാക്യം ഒന്ന് കേൾപ്പിക്കാവേ. നമുക്ക് ദൈവം ഒത്തിരി താലന്ത് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, സ്പിരിച്വൽ ഗിഫ്റ്റുകളുണ്ട്. ഇന്ന് തന്നെ ഞാൻ കുറേ നേരത്തെ വന്ന് കിടന്നൊരു മെസ്സേജാണ്. അപ്പോൾ ആ സഹോദരൻ ഞാൻ റിപ്ലൈ കൊടുത്തിരുന്നു. സഹോദരൻ പറഞ്ഞു, ബ്രദർ എനിക്കിപ്പം മുൻകൂട്ടി നടക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഞാനിപ്പോൾ കാണുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളെയും കാണുകയും അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്ന ഒരു സന്ദർഭം എനിക്ക് ഉണ്ടാകുന്നുണ്ടെന്നൊരു സഹോദരനിക്കും എനിക്ക് കുറേ കാലം മുമ്പ് അയച്ച മെസ്സേജ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ ദിവസവും പ്രയർ റിക്വസ്റ്റുകൾ നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം ഒത്തിരി പ്രയർ റിക്വസ്റ്റ് വരുന്നതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പഴയതൊക്കെ ആയിരിക്കും എടുത്തെടുത്ത് വരുന്നത്. അപ്പോൾ കാണുന്ന എല്ലാം റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ എനിക്കറിയത്തില്ല അത് എന്ത് കൃപാവരമാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ പലതും മുൻകൂട്ടി കാണാൻ പറ്റും. ഒരാളെ കാണുന്നതിന് മുമ്പേ തന്നെ ചില കാര്യങ്ങൾ കർത്താവിനോട് സംസാരിക്കുകയും എൻ്റെ മനസ്സിൽ അയാളെ പറ്റിയുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെട്ട് വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ബ്രദർ ഇത് എങ്ങനെ സംഭവിച്ചത് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം വളരെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് സംബന്ധമായ ഒരു വിഷയത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം ആ വചനമാണ് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴോ നിങ്ങളുടെ അകത്തിരുന്ന കൃപാവരങ്ങൾ ആക്റ്റീവായി. അതാണ് ആ സഹോദരന് സംഭവിച്ചത്. ആ വചനം ഏറ്റുപറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുത്ത 9 കൃപാവരത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ടത് ഡിസേണിങ് സ്പിരിറ്റ് ആണ്. അതായത് വിവേചിക്കുവാനുള്ളൊരു വരവുണ്ട്. ആ വരവാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആക്റ്റീവായത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലിരിക്കുന്നത് മുഴുവൻ വെളിപ്പെടും. അവരെന്ത് ചിന്തിക്കുന്നോ, അവരെന്ത് പ്രവർത്തിക്കാൻ പോകുന്നു, അവരെന്ത് സംസാരിക്കാൻ പോകുന്നു, ആ കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരും. ഞാൻ പറഞ്ഞല്ലോ, കൃപാവരങ്ങളെ പറ്റി ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. ഞാൻ ഈ 9 കൃപാവരങ്ങളെയും ദൈവകൃപയാൽ ഉപയോഗിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ഇപ്പം ആദ്യം എനിക്കും അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത്, ഇതെന്താണ് സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ദൈവം നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. 9 കൃപാവരങ്ങളുടെയും രോഗസൗഖ്യങ്ങളായിക്കോട്ടെ, അത്ഭുതങ്ങളായിക്കോട്ടെ, പ്രവചനം ആയിക്കോട്ടെ, ഇതെല്ലാം ഓരോ ദിവസവും വചനവും കേട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് ഘോഷിപ്പിൻ, പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സാക്ഷ്യമൊക്കെ ചിലർ നേരിട്ട് വന്ന് സാക്ഷ്യം പറയുമ്പോഴേക്കും ചിലർക്കൊരു മടിയാണ്. എന്നാൽ കോട്ടയത്തൊക്കെ വന്നുകൊണ്ട് രോഗസൗഖ്യത്തിൻ്റെയൊക്കെ സാക്ഷ്യം പറയാൻ വേണ്ടി വളരെ ദൂരത്തുനിന്ന് യാത്ര ചെയ്ത് വന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ പ്രസംഗിക്കുവാൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയാകത്തില്ല, ദൈവമായിട്ടൊരു ബന്ധം വരത്തില്ല. യേശുവിനെ നാം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോഴാണ് നാം യേശുവിലേക്ക് വരുന്നതും കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നതും. അപ്പോൾ 2012 മുതൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു സുവിശേഷം അറിയിക്കുവാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ സൂമിലും യൂട്യൂബിലും നടക്കാൻ പോകുന്ന എല്ലാ മീറ്റിങ്ങുകളുടെയും ഈ വലിപ്പം കണ്ട് എനിക്ക് വലിയ സന്തോഷമില്ലെന്നല്ല, ഈ വലിപ്പത്തിൽ ഞാൻ വലിയ ശ്രദ്ധ കൊടുക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 2012 ഞാൻ വിശ്വാസത്താൽ കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ തുടങ്ങി. അന്ന് എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും, വലിയ കൂട്ടമില്ലെങ്കിലും 2-3 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പാടെ വിശ്വസിക്കുവാൻ ദൈവം ഒരു കൃപ തന്നു. ദൈവവചനത്തിൽ എന്ത് എഴുതപ്പെട്ടിട്ടുണ്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു താലന്ത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കുക എന്നൊരു താലന്തുണ്ട്. മറന്നു പോകരുത്. സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിലോ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. അല്ല, നിങ്ങളൊരു വ്യക്തിയോട് പോയി സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ നോക്കണം. നമുക്കിനി ആ ഉപമയിലേക്ക് ഞാൻ മടങ്ങി വരാം. ഇവിടെ കർത്താവ് പറയുന്ന തുടക്കം മുതൽ നമുക്കൊന്ന് വരാം. ഉപമ കർത്താവ് പറയുകയാണ്. ഈ ഉപമയുടെ ഏറ്റവും 29ാമത്തെ വാക്യം ഒന്ന് നോക്കിക്കേ. അങ്ങനെ ഉള്ളവന് ലഭിക്കും, ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധി ഉണ്ടാകും. ഇല്ലാത്തവനോടോ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇല്ലാത്തവനോടോ ഉള്ളതും കൂടെ എടുത്തു കളയും. അപ്പോൾ ഇതൊക്കെ നമ്മളോർക്ക് ദൈവം ഇങ്ങനെ ദുഷ്ടനെ പോലെ എന്തുവാ സംസാരിക്കുന്നത്? കാരണം ഇവിടെ വചനം പറയുകയാണ്, ഉള്ളവന് ലഭിക്കും, ഇല്ലാത്തവനോ ഉള്ളതു കൂടെ എടുത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളവന് കൂടുതൽ ലഭിക്കുകയും ഇല്ലാത്തവന് ഉള്ളതും കൂടെ പോകുമെന്ന് പറയാൻ കാരണം, നിങ്ങൾക്ക് യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ മേൽ കർത്താവ് സുവിശേഷത്തിൻ്റെ ആ നിർബന്ധം എൻ്റെ മേൽ ഇട്ടിട്ടുണ്ട്. അതാണ് താലന്തുകളുടെ ഉപമ പറയുമ്പോൾ കർത്താവ് കൊടുത്ത ഒരു ഉപമ പറയുകയാണ്, 5 താലന്ത്. അപ്പോൾ എന്തുവാണ് ഈ താലന്ത് എന്ന് പറയാൻ കാരണം? അവിടെ നിങ്ങൾ കാണിക്കുമ്പോൾ ഒരു വാക്യം അവിടെ കൊടുക്കുന്നുണ്ട്, അത് വാണിഭം ചെയ്യുവാൻ വേണ്ടിയാണ്. ഈ ചില സമയത്ത് ഇതിങ്ങനെ സ്റ്റക്കാവും കേട്ടോ.
ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടം പോലെ ഞാൻ വായിക്കാവേ. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ, 14-ാമത്തെ വാക്യമാണേ, 25-14. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ഒരു ദാസനെ വിളിച്ച് 5 താലന്ത് കൊടുത്തു. നിങ്ങൾ നോക്കണം, 5 താലന്ത് കൊടുത്തു. സൗജന്യമാണ് ഇത്, സൗജന്യമായിട്ട്, ഒരു ഈടും വെച്ചില്ല, സൗജന്യമായിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഒരുവന് 2 താലന്തും കൊടുത്തു, ഒരുവന് 1 താലന്തും കൊടുത്തു. 5 താലന്ത് ലഭിച്ചവൻ ചെന്ന് വ്യാപാരം ചെയ്തു വേറെ 5 താലന്ത് സമ്പാദിച്ചു. അപ്പോൾ സുവിശേഷം നിങ്ങൾക്ക് കർത്താവ് തരുമ്പോൾ, ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും, നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ചല്ലോ, മരിച്ചവരെ ഉയർപ്പിക്കുകയും, ഇത് നോക്കി, ഈ വാക്യം നോക്കി, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി ലഭിച്ചു. കണ്ടോ, സൗജന്യമായി കൊടുക്കണം. അപ്പോൾ ഇതാണ് വാണിഭം ചെയ്യുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. സൗജന്യമായിട്ട് കൊടുത്ത താലന്തിനെ സൗജന്യമായിട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, ഈ വാണിഭം ചെയ്യുക എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? വാണിഭം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ മലയാളത്തിൽ എന്താ പറയുക? നാട്ടു മലയാളം എന്തുവാ വാണിഭം ചെയ്യുക എന്ന് പറഞ്ഞു? അപ്പൊ ഞാൻ അറിഞ്ഞ അർത്ഥം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ സുവിശേഷം കച്ചവടമാണോ? ഒരു ചോദ്യം. സുവിശേഷം എന്ന് പറഞ്ഞാൽ, ബ്രദർ, ഇത് വ്യാപാരമാണോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണോ? ഒരു ചോദ്യം വന്നില്ലേ? ഇവിടെ നിങ്ങൾ നോക്കി, 5 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? 5 താലന്ത് എന്ത് ചെയ്തു? അവൻ വ്യാപാരം ചെയ്തു. 2 താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? അതേപോലെ തന്നെ അവൻ വ്യാപാരം ചെയ്തു. അപ്പോൾ ഒരു ചോദ്യം, സുവിശേഷം എന്ന് പറയുന്നത് ഇതൊരു ബിസിനസ് ആണോ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? നിങ്ങളെ നോക്കി, 2 താലന്ത് കിട്ടിയവൻ വേറെ 2 കൂടെ നേടി, 1 ലഭിച്ചവൻ പോയി കുഴിച്ചിട്ടു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിച്ചു, ഈ കുഴിച്ചിട്ടു എന്നൊരു വാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഴിച്ചിട്ടു എന്നൊരു വാക്ക് യേശുക്രിസ്തു വിത്തിൻ്റെ ഉപമ പറയുന്ന സമയത്ത് പറയുന്നത്, ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു എന്നൊക്കെ പറയത്തില്ലേ? അപ്പം നമ്മൾ ഈ സുവിശേഷത്തെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വാണിഭം ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും, ഇതെന്തുവാണ്? ഇത് വിറ്റ് കളയാനാണോ അതോ ഇത് കച്ചവടം ചെയ്യാനാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു വാക്ക് ചോദിച്ചിട്ടുണ്ടോ? സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണെന്ന് പറയുമ്പോൾ തന്നെ അടുത്തൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സുവിശേഷം ഒരു വേലയാണ്, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. അപ്പം എന്നോട് കർത്താവ് ഈ സുവിശേഷം ചെയ്യുവാൻ പറയുമ്പോൾ തന്നെ ചുമ്മാതെയല്ല, ഇത് ചെയ്താൽ എനിക്ക് പ്രതിഫലം ഉണ്ട്. അതായത് പുത്രൻ എന്ന അവകാശം കൂടാതെ, മക്കൾ എന്ന അവകാശം കൂടാതെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ ദൈവം എന്നോട് ഒരു അവസരം തരുവാണ്. ഒരു ഹല്ലേലൂയ, എല്ലാവരും ഒരുമിച്ച് ഒരു ആമേൻ എന്ന് പറഞ്ഞു. ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാന്ന് പറ, വലിയൊരു അവസരമാണെന്ന് പറ. ആമേൻ. അതായത് ഇപ്പൊ നിങ്ങൾ എന്താ ബ്രദർ, ഇത് എന്റെ ഓപ്പർച്യൂണിറ്റി പറയാൻ കാര്യം, അതായത് നിങ്ങളുടെ കരത്തിലൂടെ രോഗികളെ എണീപ്പിക്കുവാൻ യേശുവിന്റെ രാജ്യത്തിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് ഓടിപ്പോകാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന പറയണം പോയിട്ട്, അല്ലാതെ അവിടെ പോയിട്ട് നിങ്ങൾ അതും ഇതും പറയാതെ, എന്നിട്ട് പറയണം, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗീനെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ ഓടിക്കണം. സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി ചെയ്യണം. അപ്പൊ സൗജന്യമായി നിങ്ങൾക്ക് ഇത് ലഭിച്ചത്, പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ ഒരു മനുഷ്യൻ്റെ പ്രതിഫലം നോക്കി ചെയ്യരുത്. അതായത് ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സൗജന്യമായിട്ട്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണ്ട, രോഗം മാറട്ടെ, അപ്പം ഞാൻ പറയും 5000 രൂപ ഫീസാകട്ടെ. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം 5000 രൂപ ഫീസാന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരേ സമയത്ത് നമ്മൾ ജോലിക്കാരാണെങ്കിലും നമ്മൾ കൂലി മേടിക്കേണ്ടത് മനുഷ്യൻ്റെ എന്നല്ല, നമുക്ക് കൂലി ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ വേലയിൽ നിങ്ങളൊരു കസേര പെറുക്കിയിട്ടാലും അതിനും പ്രതിഫലമുണ്ട് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മീറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ ഇപ്പോഴും 2018 ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നമ്മുടെ മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി കോട്ടയം വഴി നടന്നിട്ടുണ്ട്. രാത്രി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അവിടെ രാത്രി 2 മണിക്ക് ഞാൻ ആ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് പോലീസ് എന്നെ പിടിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, വേറൊന്നുമല്ല, ആ പോസ്റ്ററെങ്ങാനും പൊട്ടിച്ചു നോക്കിയാൽ എൻ്റെ മുഖം തന്നെയാണ് ആ പോസ്റ്ററിൽ. അപ്പോൾ അവർ ചിന്തിക്കത്തില്ലേ, ഈ പുള്ളി തന്നെ എന്ത് ചെയ്യുക, പ്രാർത്ഥനയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി നടക്കുവാണ്. പക്ഷേ ദൈവകൃപയാൽ പോലീസുകാർ രാത്രിയിൽ എന്തായാലും ഹെൽമെറ്റ് ഒന്നും ഊരിച്ച് നോക്കിയില്ല. അവർ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുപോലെ സാറേ പ്രാർത്ഥനയുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആരും കണ്ടില്ല.
ആ 2 മണി രാത്രിയിൽ 3 മണി രാത്രിയിൽ ഒരു മനുഷ്യൻ കണ്ടില്ല. ഞാനൊരു സ്കൂട്ടറിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, പോസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടി പോയി. അവിടെ ഞാൻ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി, ഇപ്പം ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിത് കർത്താവിൻ്റെ വേലയിൽ എന്തു ചെയ്താലും അത് മനുഷ്യൻ്റെ പ്രസാദമല്ല. കർത്താവിൻ്റെ വേലയിൽ ചെയ്യുന്നതിനൊക്കെയും മനുഷ്യനല്ല പ്രതിഫലം തരുന്നത്, ഇത് കർത്താവാണ് പ്രതിഫലം തരുന്നത്. ആമേൻ. കർത്താവിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുവൻ പ്രവർത്തിച്ചാൽ ഈ രാജ്യത്തിലെ രാജാവ് നിങ്ങൾക്ക് എന്ത് തരും? സമ്മാനങ്ങൾ തരും. സമ്മാനം എന്നുള്ള വാക്കിനേക്കാൾ നല്ലത് കൂലി തരും. ആമേൻ. അപ്പം ഇവിടെ പറഞ്ഞോണം, ദൈവരാജ്യം ഘോഷിപ്പിൻ എന്ന് പറയുമ്പോൾ ഇത് വെറുതെ അല്ല കേട്ടോ. നിങ്ങൾ വേലക്കാരാ. നിങ്ങൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഒരു വാഞ്ച ഉണ്ടാകണം. എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ് ഞാൻ. ഹാലലൂയ്യ. അപ്പോൾ നമുക്ക് ഇത് വലിയൊരു ഗുണമാണ്. ഇപ്പം ഞാൻ ഒത്തിരി കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി കമ്പനികളിൽ എൻ്റെ പഠനം കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഇടങ്ങളിൽ ഞാൻ വർക്ക് ചെയ്ത്. അപ്പോൾ എനിക്കറിയാം, ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് കാണും, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അജണ്ട കാണും. നമ്മൾ അതിനെ എന്ത് ചെയ്യുകയാണ്? പ്രൊമോട്ട് ചെയ്യുകയാണ്. പക്ഷെ അത് ചിലപ്പം മനുഷ്യന് ദോഷമുണ്ടായേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവന് വലിയ ഗുണമൊന്നും ഉള്ളതായിരിക്കത്തില്ല, ചിലപ്പോൾ അവനത് ഒരു പ്രയോജനം കാണത്തില്ല, ചിലപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് എവിടെയെങ്കിലും കാണുമായിരിക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. ഈ ഒരു ജോലിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തകർന്നു കിടക്കുന്ന ഒരു വ്യക്തി രക്ഷപ്പെടും. തകർന്നു കിടക്കുന്ന വ്യക്തി രക്ഷപ്പെടും. മരിക്കാൻ കിടക്കുന്നവൻ ജീവനിലേക്ക് വരും. നരകത്തിലേക്ക് പോകുന്നവൻ രക്ഷപ്പെടും. ഇതാണ് ഈ ജോലിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പിശാച് ബാധിച്ചവരും രോഗം ബാധിച്ചവരും തകർന്നു കിടക്കുന്ന ഭവനങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ആരുടെ ജോലിക്കാരാ? ഒന്ന് പറ, ആരുടെ ജോലിക്കാരാ? ദൈവത്തിന്റെ. ആമേൻ. നിങ്ങൾ കർത്താവിൻ്റെ ജോലിക്കാരാണ്. ഇപ്പം ഞാൻ പറയാം, നമ്മൾ എറണാകുളത്ത് ഇപ്പം മീറ്റിംഗ് വെച്ചിട്ട് ആ 500 പേരുടെ ഹോളും ബുക്ക് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും വന്നിരിക്കുമ്പോൾ ഞാൻ ആ പുറകിൽ വന്ന് സീറ്റേ ഇരുന്നാൽ നിങ്ങൾ എന്നോട് എന്നാ പറയും? ഞാൻ വന്ന പുറകെ സീറ്റ് ഇരുന്ന മുൻപിൽ വന്ന് നിൽക്കണം. ബ്രദർ എന്നാ ഇവിടെ വന്നിരിക്കുന്നു ചോദിക്കും. ബ്രദർ എന്നാ വന്ന് ഇവിടെ ഇരിക്കുന്നു നോക്കും അല്ലേ? അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഞാൻ എന്നെ ഇവിടെ ഇരുന്ന കുഴപ്പം. നിങ്ങൾ പറയും, ബ്രദർ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, ബ്രദർ ആ സ്റ്റേജിൽ പോയി ഞങ്ങളോട് എന്ത് ചെയ്യണ്ട? ശുശ്രൂഷിക്കേണ്ട ആളാണ്. ഉണ്ടോ? അപ്പം ഈ ശുശ്രൂഷിക്കേണ്ട ആളായ ഞാൻ വന്ന് ഏറ്റവും പുറകിലിരുന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ ഇരിക്കുകയും ചെയ്യും, ഞാനും അവിടെ ഇരിക്കും. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ആ ഹോള് കൂട്ടി നമ്മളെ ഇറക്കി വിടും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളെ ശുശ്രൂഷിക്കണം. അപ്പം ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കർത്താവ് എന്നിലൂടെ ചെയ്യും. നിങ്ങളിലൂടെയും എന്നിലൂടെയും ചെയ്യും. അപ്പം എന്താ സംഭവിക്കുന്നറിയാവോ? ദൈവരാജ്യത്തിൽ നരകത്തിലേക്കും നാശത്തിലേക്കും തകർച്ചയിലേക്കും പിശാചിലേക്കും പോകേണ്ട ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുകയും ദൈവം തൻ്റെ സന്തോഷത്തിൽ നിന്നാണ് എനിക്ക് സാലറി തരുന്നത്. ലാഭത്തിൽ നിന്നല്ല, സന്തോഷത്തിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, യേശു 70 പേരെ, ഞാൻ ആ വാക്യം എടുത്തില്ല കേട്ടോ, കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തു. കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തതിന് ശേഷം കർത്താവ് എന്ത് ചെയ്തു? നിങ്ങൾ പോയി അടുത്ത പട്ടണത്തിൽ എന്ത് ചെയ്യണം? പോയി സുവിശേഷം അറിയിക്കണം. അപ്പോൾ കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിഷ്യന്മാരകത്തൊരു ചിന്തയുണ്ടായി, ഞങ്ങളിൽ ആരാ വലിയവൻ? പത്രോസ്ലീഹ ചിന്തിച്ചു, പത്രോസ്ലീഹയാണ് വലിയ ആള്. യോഹന്നാൻ സ്ലീഹ ചിന്തിച്ചു, ഞാനാണ് വലിയ പുള്ളി. കാര്യം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു മുടന്തൻ ചാടി ഓടുന്നു. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 10 കുഷ്ഠരോഗി സൗഖ്യമായി. ഉടനെ അന്ത്രയോസ് പറഞ്ഞു, ഞാൻ 20 പേരെ സൗഖ്യമായി. ഇവർ തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുക. കർത്താവിന് മനസ്സിലായി, ഇവന്മാർക്ക് മനസ്സിലാകണം, ലൂക്കോസ് 10:1 ഇവർക്ക് മനസ്സിലാകണം ഇത് പ്രവർത്തിക്കുന്നത് ഇവരല്ല, ഞാനാണെന്ന് എന്ത് ചെയ്യണം? ഇവർക്ക് മനസ്സിലാകണം. അപ്പം ഇത് മനസ്സിലാകാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരെ കൂടാതെ ഒരു 70 പേരെ തെരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? രോഗികളെ പോയി അടുത്ത ഗ്രാമത്തിൽ ചെന്നിട്ട് പോയി രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന് കർത്താവ് അവരെ അയച്ചു. അപ്പം ഇവരവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാണ്, ഞാൻ ആ വാക്യം ഒന്ന് നോക്കട്ടെ, 10:1 ശരിയാണ്, നമ്മൾ വിശ്വാസപ്രഖ്യാപനം. കർത്താവ് നിങ്ങൾ കാണാൻ പറ്റുന്ന വാക്യം, കർത്താവ് 70 പേരെ തെരഞ്ഞെടുത്തു. എന്നിട്ട് പറയണം, കൊയ്ത്ത് വളരെയുണ്ട്. ശ്രദ്ധിച്ച, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നോക്കിയേ, വേലക്കാരോ ചുരുക്കം. നിങ്ങൾ ഈ വചനം ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങൾ ആരാന്ന് ഓർത്തോണം. ഈ ദിവസങ്ങളിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. കല്യാണ വീട്ടിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും ഇനി മുതൽ സുവിശേഷവും പറയണം, രോഗികളെ സൗഖ്യമാക്കണം. ചുമ്മാതല്ല, സാലറി ഉണ്ട്.
മനുഷ്യന്റെ സാലറി അല്ല, ദൈവത്തിന്റെ സാലറി. ബൈബിൾ പറയുന്നു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പിൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാണ്, പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ നിങ്ങൾ അയക്കുന്നു, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. അതിൻ്റെ അർത്ഥം നീ നാളെക്കുറിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുമ്പം നീ അതിനെക്കുറിച്ച് ഓർത്ത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഉദ്ദേശിക്കും, കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുമ്പോഴേക്കും നിനക്കൊന്നുമില്ലായിരിക്കാം, നിനക്ക് ഗതിയില്ലായിരിക്കാം, നിനക്ക് കാശില്ലായിരിക്കാം, വീടില്ലായിരിക്കാം, നീ ഒന്നുമില്ലാത്ത ദരിദ്രനായിരിക്കാം എന്നൊക്കെ പലരും എന്ത് ചെയ്യാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അതല്ല അതിൻ്റെ അർത്ഥം. നീ വഞ്ചിയും പൊക്കണവും എടുക്കരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിന്നെ വിടുന്ന കമ്പനിക്ക്, രാജ്യത്തിന് നിന്നെപ്പറ്റി ഒരു ഉത്തരവാദിത്വം ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആ കമ്പനി ഒരു യൂണിഫോം തന്ന്, ഒരു ബാഡ്ജ് തന്നു വിട്ടാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്തം അയക്കുന്ന കമ്പനിക്കാണ്. ഇവിടെ കർത്താവ് പറയുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിലേക്ക് കുഞ്ഞാടിനെ പോലെ നിന്നെ അയക്കുവാണ്, നീ പോകുമ്പോൾ സഞ്ചി എടുക്കരുത്. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നീ ഒന്നും കരുതണ്ടെന്ന്. ദൈവരാജ്യം നിങ്ങൾ സഹായിക്കേണ്ട, ദൈവം നിങ്ങളെ സഹായിക്കേണ്ടതാണ്. നമ്മൾ ദൈവത്തെ സഹായിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയാമല്ലോ, ലോകരാജ്യങ്ങളിൽ പോയി നമ്മൾ മീറ്റിങ്ങുകൾ, നമ്മളിപ്പം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ നടക്കാൻ പോകുന്ന കേരളത്തിലെ മീറ്റിംഗ്. അതിനുശേഷം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ലോകം മുഴുവനും ദൈവം വഴി തുറന്നിരിക്കുക, രാജ്യങ്ങളിൽ ദൈവം വഴി തുറന്നിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം പോകണമെങ്കിൽ നമുക്ക് ഫിനാൻസ് വേണം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ബ്രദറെ, ഇത്രയും പൈസ എവിടുന്ന? ദൈവത്തിൻ്റെ ഉണ്ടെന്നേ. ഫ്ലൈറ്റ് കയറാനുള്ള കാശ് കർത്താവ് തരത്തില്ലേ? ഫ്ലൈറ്റുകളിൽ പോകാനുള്ള കാശ് ദൈവം, നമുക്ക് കൺവെൻഷൻ നടത്താനുള്ള കാശ് ദൈവം തരത്തില്ല. ഇതെല്ലാം ദൈവം തരുമെന്നേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വാസ ജീവിതത്തിൽ 2012 മുതൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അത്ഭുതം കണ്ട മനുഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഇന്ന് വലിയൊരു ടെൻഷനും ഇല്ല. കാര്യം ചെറിയ ഒരു എന്താ പറയുന്നത്, ഒരാളിൽ തുടങ്ങിയ പ്രാർത്ഥന ആയതുകൊണ്ട് വർഷങ്ങളോളം 2-3 പേരുമായിട്ടിരുന്നു, വർഷങ്ങളോളം. അപ്പം അതുകൊണ്ട് ഈ ഒരു സാഹചര്യം കാണിച്ച് പിശാച് പേടിപ്പിക്കാൻ നോക്കണ്ട. ആമേൻ. ദൈവം കരുതുന്ന ദൈവമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർ പറയും, അപ്പോൾ അവിടെ പോകുന്ന വഴിക്ക് നിനക്ക് ചെരുപ്പില്ലായിരിക്കാം, നിനക്ക് സഞ്ചി ഇല്ലായിരിക്കാം. ഇതല്ല അതിൻ്റെ അർത്ഥം. നിനക്ക് സഞ്ചിയും ചെരുപ്പും ഒക്കെ കർത്താവ് തരുമെന്ന് അതിൻ്റെ അർത്ഥം. അടുത്ത വാക്യം നോക്കി, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യരുത്, ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ സമാധാനം ഉണ്ടെന്ന് പറയണം. ഇവിടെ മുതൽ ശ്രദ്ധിച്ചോണേ, സമാധാനം ഉണ്ടെന്ന് പറയുവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ ആ സമാധാനം അവൻ്റെ മേൽ ഇല്ലെങ്കിലോ സമാധാനം അവൻ്റെ മേൽ വസിക്കും, ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് അവൻ മടങ്ങിപ്പോരും. അവൻ തരുന്നത് തിന്ന് കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. അപ്പം നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിച്ചു, അടുത്ത വാക്യം പറയണേ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ, ആ വീട്ടിൽ നിന്നും ആ വാക്യം കയറിപ്പോയി, ആ വീട്ടിൽ നിന്നും മാറിപ്പോകരുത്. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കുമ്പോഴേക്കും എല്ലാ സുവിശേഷകരും ഓരോ വീട്ടിൽ പോയി താമസിക്കാൻ വേണ്ടി അല്ല ഇത് പറയുന്നത്. ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കൈക്കൊണ്ടാൽ, ബൈബിളൊരു വാക്യമുണ്ട്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവന് കുടിക്കുവാൻ ഒരു തരി വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്കൊരു വെള്ളം തന്നാൽ, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, മത്തായി 10:42 പറയുന്നു, അവന് പ്രതിഫലം ഉണ്ട്. ശ്രദ്ധിച്ചോ, ഞാൻ ആ വാക്കുകൊണ്ട് കേൾപ്പിക്കാം, അവന് പ്രതിഫലം ഉണ്ട്. ഒരു മിനിറ്റ്, ഈ ചില സമയത്ത് ഇതൊന്ന് സ്റ്റക്കാകുന്നുണ്ട്. അപ്പോൾ അവന് പ്രതിഫലമുണ്ട്. ഇപ്പം നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നു, ഞാൻ നിങ്ങളെ ഓടിച്ചുകൂടാ, എനിക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഇതിനെപ്പറ്റി നിങ്ങളെപ്പറ്റി എനിക്ക് നമ്മൾ മത്തായി 10 എടുത്തായിരുന്നു ഓൾറെഡി അല്ലേ? ഓക്കെ, 10 കുഴപ്പമില്ല, 10:42 ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, ശിഷ്യൻ എന്ന് വെച്ച് ഒരു ചെറിയവരിൽ ഒരുത്തനെങ്കിലും ഒരു പാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകത്തില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. അപ്പം ഒരു വീട്ടിൽ ചെന്നിട്ട് ആ വീട്ടിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് സുവിശേഷം പറയാൻ വേണ്ടി ചെന്നപ്പം വെള്ളം തന്നാൽ അതവൻ ഭിക്ഷ തരുമല്ല കേട്ടോ, ചിന്തിക്കരുത്. അവൻ ഭിക്ഷയല്ല തരുന്നത്, അവൻ വെള്ളം തന്നാൽ, അവൻ വെള്ളം കൊടുത്ത് നിങ്ങൾ ആ വെള്ളം കുടിച്ചതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കും, അവൻ്റെ തലമുറയെ അനുഗ്രഹിക്കും, അവൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കും. നിങ്ങൾ അടുത്ത വാക്യം നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. എന്നിട്ട് പറയുകയാണ്, ഒരു പട്ടണത്തിൽ ചെന്നാൽ നിങ്ങളെ കൈക്കൊള്ളുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആഹാരം ഭക്ഷിച്ചിട്ട് അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ചുമ്മാതല്ല കേട്ടോ. അവൻ വീട്ടിൽ കയറിയിട്ട് അവൻ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൈക്കൊണ്ടാൽ അവൻ വെള്ളം തന്നാൽ അത് ഔദാര്യമല്ല, അവൻ ഭിക്ഷ തരുമല്ല. അവൻ്റെ പറയണം, നീ എനിക്ക് വെള്ളം തന്നാൽ, ധൈര്യത്തോടെ പറയണം, നീ എനിക്ക് വെള്ളം തന്നാൽ, നീ എനിക്ക് ഫുഡ് തന്നാൽ, നീ പേടിക്കേണ്ട, നിന്റെ കെട്ട് പൊട്ടിയിരിക്കും,
നീ അത് നിമിത്തം നീ നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എന്നിട്ട് പറയണം, നിന്റെ രോഗങ്ങളെ യേശു സൗഖ്യമാക്കിയിരിക്കും. ഇതാണ് ദൈവരാജ്യത്തിന്റെ വേലക്കാരുടെ ഗുണം. നിങ്ങളൊരു വീട്ടിൽ കയറി സുവിശേഷം പറഞ്ഞ് ആ വ്യക്തി കൈക്കൊണ്ടാൽ അവൻ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. ഞാൻ എപ്പോഴും പറയാറില്ല, ഞാനൊരു വീട്ടിൽ കാല് കുത്തിയാൽ ഞാൻ എപ്പോഴും പറയത്തില്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഈ വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കാല് കുത്തിയ നിമിത്തം ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, ഞാൻ വേലക്കാരനായതുകൊണ്ട്. ഞാൻ ഏത് രാജ്യത്തെയാണോ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്, ആ രാജ്യത്തിന്റെ ഗുണമാണ് ഞാൻ കയറുന്ന ഭവനത്തെ യേശു അനുഗ്രഹിക്കും. ആ വ്യക്തി എന്നെ സ്വീകരിച്ചാൽ ആ വ്യക്തി എന്ത് ചെയ്യും? ഞാൻ വന്ന രാജ്യത്തെ, ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യത്തെ അവൻ സ്വീകരിച്ചതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. ഇതാണ് സുവിശേഷകന്റെ ഗുണം. നിങ്ങൾ കയറുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും. അവിടെ ചെന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് ലോകത്തിലെ ആൾക്കാർ പറഞ്ഞില്ല, കുശുമ്പും കുന്നായ്മയും പറഞ്ഞുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിമിത്തം ദൈവം സന്തോഷിക്കുന്നില്ല, നിങ്ങൾ നിമിത്തം പിശാച് സന്തോഷിക്കും. അപ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം. ഇപ്പം കർത്താവ് പറയുക, നിങ്ങൾ പട്ടണത്തിൽ ചെന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ വെച്ചിരിക്കുന്നത് ഭക്ഷിപ്പിൻ, അവിടുത്തെ രോഗികളെ സൗഖ്യമാക്കുവിൻ. മാക്കിയെന്ന് എഴുതിയേക്കുന്നത് ആക്കി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞു, യേശു നിന്നെ രക്ഷിക്കും, യേശു നിനക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവിൽ വിശ്വസിക്കണം. അപ്പം അവൻ ചോദിക്കും, നിങ്ങളുടെ പുറകെ വന്നാൽ എവിടെ കുഴിച്ചിടും എന്ന് ചോദിച്ചാൽ പറഞ്ഞു, കുഴിച്ചിടുന്ന ഏതെങ്കിലും ഡെഡ് ബോഡി ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല അച്ചായ എന്ന് പറയണം. ഇന്നേ വരെ ഒരു ഡെഡ് ബോഡിയും ചോദിച്ചിട്ടില്ല. മരിച്ചതിന് ശേഷം എവിടെയാണ് എന്നെ കുഴിച്ചിടുന്നത് ഇന്നേ വരെ ചോദിക്കാത്തത് കൊണ്ട്, ഇന്നേ വരെ ഡെഡ് ബോഡി സംസാരിക്കാത്തതുകൊണ്ട് അച്ചാൻ അതോർത്ത് ഭാരപ്പെടണ്ട. കർത്താവ് യേശുവിനെ വിശ്വസിച്ചാൽ മതിയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശവമൊക്കെ എന്ത് ചെയ്തോളും? കൊറോണ സമയത്ത് കുറെ കത്തിച്ചു കളഞ്ഞു, കുറെ കുഴിച്ചിട്ടു, അതുപോലെ അങ്ങ് പൊക്കോളും. കാരണം ഇതിലല്ല ഇമ്പോർട്ടൻസ്, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു, ഏത് പട്ടണത്തിൽ ചെന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിങ്ങൾക്ക് കൈക്കൊള്ളുന്നുവെങ്കിൽ ആ തെരുവുകളിൽ പോയി കൊള്ളുന്നുവെങ്കിൽ അതിൻ്റെ തെരുവുകളിൽ പോയി നിങ്ങളുടെ പട്ടണത്തിൽ നിങ്ങളുടെ കാലിൻ്റെ പറ്റിയ പൊടി എന്ത് ചെയ്യണം? കുടഞ്ഞേച്ചു പോകണം. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് അറിഞ്ഞുകൊള്ളുവിൻ. ആ പട്ടണത്തിൽ ഒരു സോദോമിർക്ക് നാളിൽ, അതായത് നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ട് കൈക്കൊണ്ടില്ലെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ നിർബന്ധിക്കാൻ പോകണ്ട. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. എന്നാൽ ന്യായവിധി ദിവസത്തിൽ അവനേക്കാൾ സൂര്യനും സീതോനും സഹിക്കേണ്ടതാകുന്നു. നീയോ കഫർന്നഭൂമി സ്വർഗ്ഗത്തോളം വിരുന്നിരിക്കുന്നത്, പാതാളത്തോളം താഴ്ന്നു പോകുന്നിരിക്കുന്നത്, എല്ലാം പറഞ്ഞു. നമ്മളിത് ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ന്യായവിധിയെ പറ്റി കർത്താവ് പറയുകയാണ്. അതായത് വിശ്വസിക്കാത്തവര് ന്യായവിധിയുണ്ട്, വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. ആമേൻ. എന്നിട്ട് പറയാണ്, 70 പേര് മടങ്ങി വന്നു. 70 പേര് മടങ്ങി വന്നിട്ട് പറയുന്നത്, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പം അവരുടെ മെടുക്കല്ല, അവർ റെപ്രസെൻ്റ് ചെയ്ത രാജ്യത്തിൻ്റെ വേലക്കാരായതുകൊണ്ട്, രാജ്യത്തിൻ്റെ പവർ കൊണ്ട് പിശാച് കീഴടങ്ങി. എന്നിട്ട് പറയാണ്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും, നമ്മൾ പറയുന്ന വാചനമുണ്ടല്ലോ, ശത്രു സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും സംഭവിക്കത്തില്ല. എങ്കിലും ഇവിടെയാണ് നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്നത്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതുന്നതിലാകുന്നു എന്ന് കർത്താവ് പറയുന്നു. ആ നാഴികയിൽ യേശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു, ആനന്ദിച്ചു കൊണ്ട് പറഞ്ഞു, പിതാവേ ഭൂമിയിൽ കർത്താവ് ഉള്ളത് നീ ഇവ ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടോ, ഭൂതമൊന്നും പോകുന്നതിലല്ല വലിയ കാര്യം, രോഗമൊന്നും സൗഖ്യമാകുന്നതിലല്ല കാര്യം. ഈ ഒറ്റ വാക്യം പറഞ്ഞിട്ട് ആൾക്കാർ എന്ത് ചെയ്യും? അടുത്ത പിശാചിൻ്റെ ഒരു തന്ത്രമാണത്. തൊട്ടും മുകളിൽ എന്നാ യേശു പറഞ്ഞത്? നിങ്ങൾ പോയി എന്ത് ചെയ്യണം, എന്നാ ചെയ്യണം? മത്തായി നമ്മൾ എന്നാ കേട്ടത്? മത്തായിലെ ദൈവരാജ്യം പ്രസംഗിക്കണം, പിന്നെ എന്നാ കേട്ടേക്കുന്നത്? പോയി രോഗികളെ സൗഖ്യമാക്കണം, രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും അറിയിക്കാനും. അപ്പൊ പിന്നെ എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല? ഇതൊന്നും വലിയ കാര്യമല്ലെന്ന് യേശു പറയാൻ കാര്യം എന്തുവാ? അപ്പൊ ഈ കർത്താവ് തന്നെ അല്ല പറഞ്ഞത് ഭൂതങ്ങളെ പുറത്താക്കാൻ. അപ്പൊ ചിലർ പറയത്തില്ല ഇതിലൊന്നും അല്ല കാര്യം, രോഗം സൗഖ്യമാകുന്നതിലല്ല കാര്യം, ഭൂതം പുറത്താകുന്നതിലല്ല കാര്യം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 2 ദിവസം കുറച്ച് ഈ 70 പേരെ തിരഞ്ഞെടുക്കാൻ കാരണം ശിഷ്യന്മാരകത്തൊരു ചിന്തയുണ്ടായി, ഞങ്ങളിൽ ആരാണ് വലിയവൻ? അപ്പോൾ അവരോർത്ത് ഞങ്ങൾ ഇതങ്ങ് ചെയ്യുവാണ്, ഞങ്ങൾ വലിയ സംഭവമാണ്, ഞാൻ കയറിയത് കൊണ്ടാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, ഇത് നിങ്ങളുടെ വലിയ കഴിവായിട്ട് കാണരുത്. കർത്താവ് പറയണ ഭൂതങ്ങൾ കീഴടങ്ങുന്നതുകൊണ്ടെന്നല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി. ഇതിനേക്കാൾ വലിയ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമ്മുടെ പേര്. അപ്പം അതിൻ്റെ അർത്ഥം അത് ചെറുതാന്നല്ല പറഞ്ഞത്, അതിനേക്കാൾ വലിയതുണ്ട്, കർത്താവിൻ്റെ പേര് എഴുതപ്പെടുന്നതാ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു വേല ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തോണം, ഞാൻ എന്ന ഭാവം കയറരുത്. ഞാൻ എന്ന ഭാവമല്ല, നിങ്ങൾ ഒരു വേലക്കാരാണ്, കൂലി ലഭിക്കുന്ന വേലക്കാരാണ്. ആ വേല നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് പിശാചിന് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ.
രോഗത്തിന് നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ, പ്രതിസന്ധിക്ക് നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന രാജ്യത്തിൽ നിങ്ങൾ വേലക്കാരായതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഇത് നിമിത്തം ഭൂതങ്ങൾ ഓടും. അപ്പം നിങ്ങൾ നെകളം കയറരുത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇതൊന്നും അല്ല കാര്യം, നിങ്ങൾക്ക് ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല കാര്യം. നിങ്ങൾ നോക്കിയേ, നമ്മൾ ലൂക്കോസിലല്ല വന്നത്, എങ്കിലും ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അതിലാണ് സന്തോഷിക്കേണ്ടത്. അത്ഭുതം നടക്കുമ്പോൾ ഞാൻ പറയാറില്ല നിങ്ങളോട് അത്ഭുതം മേടിച്ചുകൊണ്ട് പോകരുത്. കർത്താവ് യേശുവുമായിട്ട് ബന്ധം വേണം നമുക്ക്. എത്ര ആൾക്കാർ നമ്മൾ പറഞ്ഞില്ല, ഇന്ന് സൂമിൽ 583 പേരെ ഞാനിപ്പോൾ കാണുന്നത്, 84ആയി. ഇതിനേക്കാൾ ഇരട്ടി ആൾക്കാർ നമുക്കറിയാമല്ലോ. എനിക്ക് സാക്ഷ്യം കേട്ട് അയച്ചു തന്ന ഇതിനേക്കാൾ ഇരട്ടി ആൾക്കാരുണ്ട്. സമയമില്ല അവർക്ക്, ഞാൻ അവരെ നിർബന്ധിക്കാൻ പോകാറില്ല. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കും, ബ്രദറെ തിരക്ക് കാരണം കയറാൻ പറ്റുന്നില്ല, ഞാൻ റിപ്ലൈ പോലും കൊടുക്കാറില്ല. കാര്യം ഞാൻ എന്ത് പറയാനാ? കാര്യം നമ്മൾ കാണേണ്ടത് അത്ഭുതം. അതൊക്കെ വന്നപ്പോൾ കരഞ്ഞു പോയി വന്നവരവരൊക്കെ, അയ്യോ ബ്രദറെ എനിക്ക് ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, ഈ സൗഖ്യം നടന്നില്ലെങ്കിൽ, ഈ വിടുതൽ ഉണ്ടായില്ലെങ്കിൽ ഞാൻ മരിക്കും, എനിക്ക് കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരാ. പക്ഷേ ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോൾ പറയുവാണ് സമയമില്ല. കണ്ടോ? അപ്പോൾ കർത്താവ് പറയുന്നത് നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്, ദൈവരാജ്യത്തിൽ. അപ്പോൾ കർത്താവിനൊരു രാജ്യമുണ്ടെന്നും ആ ദൈവരാജ്യത്തിൽ എനിക്കൊരു കർത്താവിൻ്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്നും ഒക്കെയുള്ള അതിലൊക്കെയാണ് നാം അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് സന്തോഷിക്കണം. അതാണ് പൗലോസ് സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. എന്നിട്ട് കർത്താവ് ആ നാഴികയിൽ യേശു ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ സ്വർഗത്തിലും ഭൂമിയിലും കർത്താവുള്ള നീ ഞാനുകൾക്ക് മറച്ചു വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ വേലക്കാരാണ്, ശ്രദ്ധിച്ച് യേശു പറഞ്ഞല്ലോ, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. ഇനി നമുക്ക് നേരെ മത്തായി 20 വരാം. നോക്കി ഈ വാക്യം നോക്കി, ലഭിച്ചവനെ പോയി നിലത്ത് കുഴിച്ചിട്ട് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. അതായത് യേശുവിനെ അറിഞ്ഞിട്ട് വെറുതെ വീട്ടിയിരിക്കുക. അവനെപ്പറ്റിയാണ് പറഞ്ഞത്, അവൻ ദ്രവ്യം കുഴിച്ചിട്ടവനാ. എന്നെ ഒന്നും കർത്താവ് ഉപയോഗിക്കത്തൊന്നുമില്ല, ഞങ്ങളൊന്നും കർത്താവിന് വേണ്ട, ഞങ്ങളുടെ ഒന്നും പ്രാർത്ഥന ദൈവം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിടുതൽ കിട്ടണം, ഇറങ്ങി ഒന്ന് പ്രവർത്തിച്ചു നോക്കി. നടക്കാത്ത അത്ഭുതങ്ങൾ നടന്ന് കുടുംബത്തിൻ്റെ വിഷയം യേശു അപ്പം ഏറ്റെടുക്കും. നമ്മൾ കണ്ടിട്ടുണ്ടോ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നല്ലൊരു കമ്പനിയിൽ ഗവൺമെൻറ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്പനി, ഗവൺമെൻറ് പോട്ടെ, നല്ലൊരു കമ്പനി വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും കമ്പനി നമുക്ക് എന്ത് ചെയ്യും, PF അതും ഇതും ഇൻഷുറൻസും ഒക്കെ എന്ത് ചെയ്യും. എത്ര പേര് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ? നല്ല കമ്പനി വർക്ക് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പറ്റി പറയാം. എത്ര പേര് കേട്ടിട്ടുണ്ട്? ഉണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടല്ലേ? നമ്മൾ പറയത്തില്ല, ഒരാൾ അവിടെ ഇരുന്ന് മരിച്ചാൽ മക്കൾക്ക് ജോലി കിട്ടും അല്ലേ? ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇരുന്ന് ഒരാൾ ഇരിക്കുന്ന സമയത്ത് മരിച്ചാൽ എന്നാ ഗുണം? PSC വേണ്ട, ഒന്നും വേണ്ട, അപ്പം തന്നെ മോന് ജോലിയാണ്. അങ്ങനെ ഒത്തിരി ബെനിഫിറ്റുകൾ ആ രാജ്യത്തിനുണ്ട്, ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്താൽ എന്ത് കിട്ടുമെന്ന് അറിയാവോ? നിങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുക പോലും വേണ്ട, നിങ്ങളുടെ വിഷയങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. കാര്യം എന്നറിയാവോ? ദൈവത്തിന് ഓടുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ തിരിച്ചടിച്ചൊരു പരിപാടിയുണ്ട്, പിശാചിൻ്റെ തന്ത്രമാണ്. അയ്യോ കർത്താവിന് വേണ്ടി ഓടരുത്, നല്ല അടി കിട്ടും. അങ്ങനെ ചില പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര കേട്ടിട്ടുണ്ട്? നിങ്ങൾ സുവിശേഷം വേണ്ടി ഇറങ്ങിയുണ്ടല്ലോ, കുടുംബത്തെ കുട്ടിച്ചോറാക്കുന്നത് കേട്ടിട്ടുണ്ടോ? ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരുപാട് കേട്ടു. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, സോറി. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇതാരാ ഇപ്പം പടച്ചു വിടുന്ന അറിയാവോ? ഇതിൻ്റെ മുഴുവൻ ഉത്ഭവം വിടുന്നതെന്നറിയാവോ? ഇത് മുഴുവൻ പടച്ച് നമ്മുടെ ഇടയിലേക്ക് വിടുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചത് ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരു ഭാഷയാണ് ആ വായിന്ന് വന്നത്. അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങൾ ക്യാൻസൽ ചെയ്തേക്കണം ആ വാക്ക്. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചില ഉപദേശങ്ങൾ വിടുമ്പോൾ നമ്മളിത് ചെയ്യരുത്, നിങ്ങൾ ഈ ജോലി ചെയ്യരുത്. ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചില സംഭവങ്ങൾ ഇറക്കിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പ്രസംഗിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ ബ്രദർ ഇതൊക്കെ പറയുന്നത്. ഞാൻ ചോദിച്ചാൽ പിശാച് നേരിട്ട് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമോ? പിശാച് ഇപ്പം നേരിട്ട് നിർത്തേ നിങ്ങൾ വേല ചെയ്താൽ ഞാൻ നിങ്ങളെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ, പക്ഷേ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവൻ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചോളെന്ന് പൗലോസ് പറയത്തില്ലേ? അവൻ ഇടയന്മാരുടെ വേഷത്തിൽ വരും. അതുകൊണ്ട് സൂക്ഷിക്കണം, വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണം. അത് ആത്മാവിൽ നിന്നാണോ അതോ ഏത് ആത്മാവാണെന്ന് വിവേചിക്കുവാൻ പഠിക്കണം. അതിന് നമ്മളിൽ ആദ്യം വേണ്ടത് വചനത്തിൻ്റെ കറക്റ്റായ വ്യാഖ്യാനമാണ്. ഇനി നിങ്ങൾ നോക്കി, ഞാൻ വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഈ സമയം പറക്കുന്നത് കൊണ്ട് യോശുവ ഇതുപോലെ സമയത്തൊക്കെ പിടിക്കാനുള്ള കൃപ നമുക്ക് വേണം. ഇവിടെ നോക്കി 5 താലന്ത് കൊടുത്തവൻ പറയുകയാണ്, ഞാനത് എന്ത് ചെയ്തു കർത്താവേ? 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു. കണ്ടോ? അതായത് അവൻ വാണിഭം ചെയ്തു. അവൻ വെറുതെ വീട്ടിൽ ഇരുന്നില്ല, അവൻ കാണുന്നിടത്തെല്ലാം പോയി കർത്താവിൻ്റെ വേല ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് എപ്പോഴും പറഞ്ഞൊരു സാക്ഷ്യമാണ്. ഞങ്ങളുടെ നാട്ടിലൊരു സഹോദരി ഉണ്ടായിരുന്നു.
ആ സഹോദരി എപ്പോഴും ഇങ്ങനെ സുവിശേഷം പറഞ്ഞു നടക്കും. അവരെപ്പറ്റി പറയാത്ത അപവാദങ്ങളില്ല. പ്രത്യേകിച്ച് വിശ്വാസികൾ പോലും അവരെപ്പറ്റി പറഞ്ഞു വല്ലാത്ത വൃത്തികേട്ട രീതിയിലാണ് പോകുന്നതെന്നൊക്കെ രീതിയിൽ അവരെപ്പറ്റി അപവാദം പറഞ്ഞു. ഞാൻ കുറേ കാലം മുമ്പ് ആ വഴി യാത്ര ചെയ്തപ്പോഴേക്കും ഞാൻ അവരുടെ ജീവിതം കണ്ട് അതിശയിച്ചു. അവരുടെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു, അവരുടെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു, അവരുടെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു, ആ ദേശത്ത് വലിയൊരു മാന്യ ദൈവം കൊടുത്തു. പക്ഷെ ആ സഹോദരി ഒരു ലജ്ജ കൂടാതെ എല്ലായിടത്തും പോയി കർത്താവിൻ്റെ സുവിശേഷം പറയുകയും മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഒരു കാലത്ത് അവർ നിന്ന കേട്ടു, പക്ഷേ പിന്നത്തേതിൽ ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തു. ആമേൻ. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ നടക്കാൻ പോകുന്ന മീറ്റിംഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കോട്ടയത്ത് പാമ്പാടിയിൽ പ്രയർ വെക്കുമ്പോൾ എനിക്ക് ലൈവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുഞ്ഞ് ക്യാമറ എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് ക്യാമറ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലം എന്ന് പറയാൻ വേണ്ടി വലിയ 100 വർഷം പഴക്കമൊന്നുമില്ല, 8-9 വർഷത്തെ കാര്യം പറയുന്നത്. അന്ന് ഞാനൊരു ചെറിയൊരു ക്യാമറ ഇങ്ങനെ മേടിച്ചൊരു ഹാൻഡി ക്യാം മേടിച്ചിട്ട് അപ്പോൾ വലിയ ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ നാമത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ. ആരെയും ഞാൻ നോക്കിയില്ല കേട്ടോ. ഞാൻ ആര് വന്നില്ലെങ്കിലും അവിടെ നിൽക്കുന്നവർക്ക് ഞാൻ ആദ്യം കസേര ഇടുന്നതും അവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നതും അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഈ മർമ്മം അറിയാം. എനിക്ക് ഈ മർമ്മം അറിയാവുന്നതുകൊണ്ട് ഞാനിതെല്ലാം ചാടി ചെയ്യും. കാര്യം പ്രതിഫലം എനിക്ക് കിട്ടുമല്ലോ. എനിക്ക് കർത്താവിൽ നിന്നും പ്രതിഫലം കിട്ടും. അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറയ്ക്കും എൻ്റെ സകല ജനറേഷൻ്റെ അനുഗ്രഹമാണ് ഈ വരുന്ന പ്രതിഫലം. കർത്താവിൻ്റെ സന്തോഷത്തിൽ നിന്നാണ് തരുന്നത്. ശ്രദ്ധിച്ചു നോക്കി, കർത്താവ് അത് ആനന്ദിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരാൾ സന്തോഷിച്ച് തരുന്ന പ്രതിഫലവും ഈ ബുദ്ധിമുട്ടി തരുന്ന പ്രതിഫലം വ്യത്യാസമില്ലേ? നമ്മുടെ കമ്പനിയൊക്കെ പറയും ബോണസ് എന്ത് ഇതും, ആ ഓണർ സന്തോഷത്തോടെ ബോണസ് എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ യേശു സന്തോഷിച്ച് തരുക. നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ, നിങ്ങൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ബ്രദറെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായില്ല, നാളെ ചെല്ലണ്. ഞാൻ 2ാമത് പ്രാർത്ഥിച്ച്, ബ്രദറെ അവരെ പഠിപ്പിക്കണം, യേശു നിന്റെ രോഗത്തെ വഹിച്ചു, ബ്രദറെ മാറിയില്ല, 3 ചെല്ലുന്ന എന്തിനാണ് പേടിക്കുന്നത്? അവരെ എത്ര പ്രാവശ്യം പോലും കാശ് കിട്ടും. കാശെന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കല്, പ്രതിഫലം കിട്ടും. അത് ഏത് രീതിയിലും കിട്ടും. അത് ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ്, നിങ്ങളുടെ ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, നിങ്ങളുടെ തലമുറയുടെ വിടുതലാണെങ്കിൽ അങ്ങനെ, ഇനി കുടുംബത്തിൽ ഭർത്താവിൻ്റെ വിടുതലാണോ, ഇതെല്ലാം പ്രതിഫലങ്ങളാണ്. സകലത് ഇവിടെയും കിട്ടും. ബൈബിളിൽ പറയുന്നത് ഇവിടെയും കിട്ടും, 100 മടങ്ങ് ഭൂമിയിലും കിട്ടും, സ്വർഗത്തിലും കിട്ടും, വരുവാനുള്ള ലോകത്തിലും കിട്ടും. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും കിട്ടും. പക്ഷേ ഈ മർമ്മം അറിഞ്ഞിട്ട് വേണം സുവിശേഷം. അല്ല ചുമ്മാ സുവിശേഷം വല്ല ചെയ്താൽ ഞാൻ ദൈവത്തെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണ് കേട്ടോ. അങ്ങനെ പോയവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവരും ഈ വേറൊരു കാറ്റഗറി ഞാനത് പറഞ്ഞു തരാം. ഈ ദൈവത്തെ സഹായിക്കാൻ പോകുന്നവരുണ്ട്. ഞങ്ങളത് ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ദൈവത്തെ സഹായിക്കാൻ സുവിശേഷം ചെയ്യുന്നുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് നമ്മൾ വെറുതെ ഞെരുങ്ങി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് എനിക്കുള്ളത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന അല്പത്തിൽ വിശ്വസ്തനാണ്. നമ്മൾ വലിയ ഇല്ലാത്തത് ചിലരുണ്ട്, എൻ്റെ കാശില്ല പക്ഷേ ഞാൻ 10 ലക്ഷം രൂപയുടെ മീറ്റിംഗ് ഞാൻ ലോൺ എടുത്ത് ചെയ്യാൻ വേണ്ടി പോവാം. ദൈവം അതിന് ഉത്തരവാദിയല്ല കേട്ടോ. കിട്ടിയ 100 രൂപയ്ക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നത്? ബ്രദറെ ഒരു കസേരയ്ക്കുള്ളത് എനിക്ക് വിതയ്ക്കാൻ പറ്റും, മതി. എനിക്ക് ആ അല്പത്തിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ ആ താഴേക്ക് വരുമ്പോൾ ആ വാക്യമുണ്ട്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ അധികത്തിൽ എന്ത് ചെയ്യാം. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. അത് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥന. എനിക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഓരോ ഭാഗമായിട്ട് എന്ത് ചെയ്യാം. ആ വാക്യം എന്ത് ചെയ്യും? അല്പത്തിൽ വിശ്വസനായിരിക്കും ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും എന്നുള്ള വാക്യം എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങൾ ആ വാക്ക് നോക്കിയാൽ മതി. ഞാൻ അല്പത്തിൽ വിശ്വസനായിരിക്കാം ഞാൻ നിന്നെ അധികത്തിൽ എന്ത് ചെയ്യും? വിചാരകനാക്കും എന്നൊരു വാക്യമുണ്ട്. അപ്പോൾ ഈ താലന്ത് കിട്ടിയവരിത് വാണിഭം ചെയ്തു. മറ്റവൻ എന്ത് ചെയ്തു? ഇത് കുഴിച്ചിട്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞു തരാം. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ്. 2 താലന്ത് ലഭിച്ചവനോ നല്ലവനും വിശ്വസ്തനോ ദാസനോ നീ എന്നെ വിചാരകനാക്കി യജമാൻ നീ വിതയ്ക്കാത്ത വിതറുകയും ചെയ്യുന്നവൻ. എന്നിട്ട് പറയണം നീ ഇത് വേണം. അത് ഉദാഹരണമായിട്ട് പറയുകയാണ്, നീ ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തിടത്തേക്ക് നീ കൊയ്യുകയും വിതറാത്തിടത്ത് ചേർക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ അറിയുന്നില്ല. നീ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, ശ്രദ്ധിച്ച, പൊൻവാണിഭക്കാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ വന്ന് അവനോട് പലിശയെങ്കിലും മേടിക്കും. അപ്പം ചിലപ്പോൾ പറയത്തില്ലേ നിങ്ങൾ, ഇപ്പം ചിലതൊക്കെ എന്താ പറയുന്നത്, ഈ ചില സ്ഥലങ്ങളിൽ പറയത്തില്ല, ചില ബ്രദറെ അവിടെയൊന്നും നല്ല വചനം പോലും അല്ല കേൾക്കുന്നത്, പക്ഷേ എങ്കിലും കർത്താവ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ചില സംഭവങ്ങൾ പറയാറില്ലേ. അതിൻ്റെ കാരണം ദൈവം കണ്ണടയ്ക്കുന്നതിൻ്റെ കാര്യം എന്നറിയും. എങ്ങനെയും അവനെങ്കിലും സുവിശേഷം അറിയിക്കണം, നീയോ അറിയിക്കുന്നില്ല. ചില പറയത്തില്ലേ, ബ്രദറെ അവർ തെറ്റായ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, പക്ഷേ ഒത്തിരി ആൾക്കാർ അവർ യേശുവിലേക്ക് വരുന്നുണ്ട്, ഒത്തിരി തകർന്നവരൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവരൊക്കെയാണ് ഭയങ്കര വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ നീയോ വാണിഭം ചെയ്യുന്നില്ല, അവനെങ്കിലും എന്ത് ചെയ്യുന്നു, ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യുവാൻ കാരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ചതിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
കർത്താവിൽ വിശ്വസ്തരാകണം. അപ്പോൾ ഈ ദിവസങ്ങളിൽ വെറുതെ ഇരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി എന്തേലും ചെയ്യുന്നവരാകണം. നിങ്ങൾക്ക് കിട്ടുന്ന രോഗസൗഖ്യം, ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് സൂമിലിരുന്നുകൊണ്ട് നിങ്ങളുടെ രോഗത്തെ യേശു മാറ്റിയിരിക്കുന്നുള്ള സുവിശേഷം പറഞ്ഞതുകൊണ്ട് എന്ത് ലഭിച്ചു? ഞാൻ ആ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി സുവിശേഷം പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിൻ്റെ രോഗസൗഖ്യത്തെപ്പറ്റി അറിയാൻ പറ്റി. അങ്ങനെ ഒത്തിരി ആളുകൾ രോഗസൗഖ്യം നേടാൻ പറ്റി. ഞാൻ കൃപാവരങ്ങളെപ്പറ്റി കേട്ട് നിങ്ങളോട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് കൃപാവരങ്ങൾ പ്രാപിക്കാൻ പറ്റി, അതിൻ്റെ അനുഗ്രഹങ്ങൾ കാണാൻ പറ്റി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും ഈ ജോലി ചെയ്യാൻ പറ്റും. ഇതിന് ക്വാളിഫിക്കേഷൻ ഒന്നേ ഉള്ളൂ: യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ആർക്കും സുവിശേഷം നിർബന്ധമാണ്. അതാണ് യേശു പറഞ്ഞത്, അവൻ ജ്ഞാനികൾക്കും രാജാക്കന്മാർക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കും. അപ്പോൾ ഇപ്പോൾ ബ്രദറെ ഞാൻ നോക്കട്ടെ, ഒരിക്കലും 10 പേരോട് ഞാൻ പറഞ്ഞു, ഈ പ്രസംഗിക്കാൻ വേണ്ടി ചാടി പുറപ്പെടുന്ന ആൾക്കാരൊക്കെ ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്താറുണ്ട്. നിങ്ങൾ ആദ്യം ഒരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോകാതെ ആദ്യം ഒരു കസേരയിട്ട് പഠിക്കും. ആദ്യം ഒരു വ്യക്തികൾ പോയി സുവിശേഷം പറഞ്ഞു പഠിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ നോട്ടീസ് ബോർഡ് ഒത്തിരി സ്ഥലങ്ങൾ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷയായിരുന്നു. ഞാൻ മിക്ക വീടുകളിലും പോയി ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഞാൻ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ ചുമ്മാ കൊടുത്തിട്ട് പോകത്തില്ല. നോട്ടീസ് കൊടുത്തിട്ട് യേശു നിന്നെ അനുഗ്രഹിക്കുന്നില്ല, ഞാൻ ചോദിക്കും അങ്ങോട്ട്, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്കറിയാം വീട്ടിൽ കയറി ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾ വല്ലതും ഉണ്ടോ ഞാൻ അങ്ങോട്ട് ചോദിക്കും. എനിക്കറിയാം എനിക്ക് പ്രതിഫലമുണ്ട്, കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. കാര്യം ദൈവം എന്നെ അയച്ചതാണ്. നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഞാൻ ദൈവത്തിൻ്റെ വേലക്കാരനാണ്. ഞാൻ പ്രാർത്ഥിക്കും, കർത്താവെ അങ്ങ് സൗഖ്യമാക്കും ദൈവം, എന്നെ ദൈവം അയച്ചല്ലോ, എൻ്റെ കരത്തിലൂടെ ദൈവം അങ്ങ് പ്രവർത്തിക്കും. ഞാൻ പറയും, കർത്താവെ എന്തെങ്കിലുമൊക്കെ ആലോചന ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയും. ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ നാണക്കേടല്ലേ ബ്രദർ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ സഹോദരി, ഈ ചുമ്മാ ഈ കയ്യിലിരിക്കുന്ന ഇത്രയും വലിയ അനുഗ്രഹിക്കപ്പെട്ട ജോലി ഞാൻ കുഴിച്ചിടുന്നതിലും നല്ലതല്ലേ? ഇത് വാണിഭം ചെയ്താൽ എനിക്ക് ഇന്ന് ഈ ഭൂമിയിലും അനുഗ്രഹം കിട്ടും, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എൻ്റെ എക്സ്ട്രാ വേറെ കിട്ടുകയും ചെയ്യും. ചിലർ പറയാറുണ്ട് അത് സ്വർഗത്തിൽ മാത്രം. സ്വർഗത്തിലല്ല. ബൈബിളൊരു വാക്യമുണ്ട്, ഞാൻ നിമിത്തം വീടോ സഹോദരനോ സഹോദരിയോ അപ്പനെയോ അമ്മയോ നിലത്തെയോ എന്തിനെ നീ കളഞ്ഞാലും ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകലത്തിലും നിനക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. അപ്പം എത്ര പേര് തയ്യാറാണ് കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഞാൻ നിൽക്കും എന്ന് പറയുന്നത്? എത്ര പേര് ആ കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമെന്ന് എന്ത് ചെയ്തു? അപ്പോൾ ഞാൻ താഴേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലായി. അപ്പോൾ ഇതും കൂടെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിട്ട് താഴേക്ക് വരുമ്പോൾ ഞാൻ നഗ്നനായി വന്നു, രോഗിയായി വന്നു, ഞാൻ നിങ്ങളെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നമുക്കത് എടുക്കാം. അപ്പോൾ ഇത് കുറച്ചും കൂടെ അത് എന്ത് ചെയ്യും മനസ്സിലാകും ഇടയെത്തിയിട്ട്. അപ്പോൾ നമ്മുടെ സമയപരിമിതി കൊണ്ട് ഞാൻ പയ്യെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ സുവിശേഷം ചെയ്യും. ജോലി സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷമം പറഞ്ഞു വന്നാൽ സാരമില്ലെന്ന് പറഞ്ഞ് വിടാതെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ, ഒരു വാക്ക് പറ, യേശു നിൻ്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യും. ഉടനെ അവൻ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധൈര്യത്തോടെ പറയണം, യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന് ധൈര്യത്തോടെ പറ. ഇതും സുവിശേഷമാന്നേ, ഇത് സുവിശേഷമാണ്. ഇനി അവസരം കിട്ടിയാൽ ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, യേശു നിനക്ക് വേണ്ടി. ചിലപ്പം രോഗം മാറിയാലോ, ചിലപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും ഞാൻ ചുമ്മാ നിങ്ങളോട് പറയുക, നിങ്ങൾ കൈവച്ചാൽ ചിലപ്പോൾ അവൻ്റെ വിഷമം ഒന്ന് മാറിയാൽ അതിശയമല്ലേ? അല്ലേ സിസ്റ്റർ? ആ വാക്യം ഒന്ന് എടുത്ത് സിസ്റ്റർ ഇപ്പം അയച്ച വാക്യം 100 മടങ്ങ് നിങ്ങൾക്ക് ലഭിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല, ആ വാക്യം ഞാൻ മർക്കോസ് 10:30 മർക്കോസ് 10:30 മർക്കോസ് 10:30 മാത്രമല്ല, മിന്നെയുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് കേൾപ്പിക്കാം നിങ്ങൾക്ക്. അതും കൂടെ കണ്ടിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര പേരൊന്ന് തയ്യാറാണ്. അപ്പം ഞാൻ ചുമ്മാ നിങ്ങൾ എല്ലായിടത്തും പോയി മീറ്റിംഗ് കൂടുന്നത് എൻ്റെ അടുത്ത് വരരുത്. അങ്ങനെ വരാണ് നിങ്ങൾ ആരും എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെ വേണമെങ്കിലും പ്രാർത്ഥനയ്ക്ക്. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു, സുവിശേഷം പ്രതി വരുവാണെങ്കിൽ നിങ്ങൾ ഈ വേലക്കാരെന്നുള്ള നിങ്ങൾക്ക് ഗുണം ഞാൻ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് എന്ത് ചെയ്യും? കർത്താവ് നിങ്ങളോട് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ആ വാക്യം ഒന്ന് ഒരുവിൻ്റെ മർക്കോസ് മർക്കോസ് 10 ഒരു മിനിറ്റ്. മർക്കോസ് 10:30 കർത്താവ് അവിടെ വ്യക്തമായി നമ്മോട് പറയുന്നൊരു വാക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ വേലയിൽ നിൽക്കുമ്പം നിങ്ങൾ ഈ വാക്യം നോക്കി, ഞാൻ നിമിത്തം നിങ്ങൾ ഈ വാചകം നോക്കി. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ പത്രോസ്ലീഗ വലിയ ചാടിക്കറി പറയുവാണ്, കർത്താവെ ഞാൻ സകലതും വിട്ടേച്ചു നിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ദൈവത്തെ സഹായിക്കാൻ, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് സമയമുണ്ട്, ഒരു 10 മിനിറ്റ് ഞാൻ എടുക്കുവാണ്. പത്രോസ്ലീഗ പറഞ്ഞു, കർത്താവെ ഞാൻ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചിരിക്കുന്നു. വലിയ ഗമയിൽ അങ്ങ് പറഞ്ഞു, സകലതും വിട്ടേച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. അതേ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ സഹായിക്കുന്നതല്ല സുവിശേഷ വേല.
നിങ്ങൾ ജോലി ചെയ്താൽ കൂലി കിട്ടുന്ന ഒരു എന്താ പറയുക ശുശ്രൂഷയാണ് സുവിശേഷ വേല. പക്ഷെ പൈസ തരുന്നത് അല്ലെങ്കിൽ പ്രതിഫലം പൈസ എന്നല്ല, പൈസ എന്ന് പറയുന്നത് നമുക്ക് ഈ സാലറിയായിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് എപ്പോഴും പൈസ മാത്രമല്ല എല്ലാ മേഖലയിലും. പത്രോസ് പറ സകലതും വിട്ടേച്ചും നിന്നെ ഞാൻ അനുഗമിച്ചിരിക്കുന്നു എന്ന് വലിയ ധൈര്യത്തിൽ പറഞ്ഞു. യേശു പറയുകയാണ്, നിങ്ങൾ 29 വാക്യം നോക്കി, ഞാനിത് സ്ക്രീൻ മാറ്റുമ്പോൾ അത് കട്ടാകുന്നുണ്ട് സംശയമുണ്ട്. യേശു പറയുകയാണ് എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം. അതായത് അർത്ഥം എന്ന് വെച്ചാൽ പത്രോസ് ഇത് പറയാൻ കാരണം യഹൂദൻ്റെ ഒരു കമ്മ്യൂണിറ്റി പ്രകാരം യേശുവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ യഹൂദ നിയമപ്രകാരം നിങ്ങൾക്കറിയാലോ പലപ്പോഴും അവരെ എതിർക്കുന്നുണ്ട്. പിന്നെ യേശുവിനെ അനുഗമിച്ചാൽ സകലതും വിട്ടേച്ച് വരാനാണ് പറഞ്ഞത്. മാത്രമല്ല യഹൂദ മതം തന്നെ വിട്ടേച്ച് വരണം. അപ്പം ഇങ്ങനെ വരുമ്പോൾ പത്രോസ് ലീഗ വലിയ ത്യാഗം ചെയ്യുക, ശരിയാ, സത്യമാണ്, വലിയ ത്യാഗമാണെങ്കിൽ പോലും കർത്താവ് പറയുകയാണ് എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം വീടോ സഹോദരനെയോ സഹോദരിയെയോ അമ്മയോ അപ്പനെയോ നിലങ്ങളെയോ വിട്ടാൽ, അതിൻ്റെ അർത്ഥം വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങൾ, ഞാൻ പറഞ്ഞു സുവിശേഷ നിമിത്തം ചിലപ്പോൾ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവും. ഉപദ്രവങ്ങളുടെ കൂടെ 100 മടങ്ങ് എന്തു ചെയ്യും? വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും മക്കളെയും നിലങ്ങളെയും, ഇവിടെ നോക്കി, ഇവിടെ വിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് 100 മടങ്ങ്. എനിക്ക് വന്നത് ലൂക്കോസിൽ എഴുതിയേക്കുന്നത് 100 മടങ്ങ് എന്നൊരു വാക്കുണ്ട്. ലൂക്കോസിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. 100 മടങ്ങ് ഉണ്ട്, 100 മടങ്ങ് ഇവിടെ ഉണ്ടല്ലോ, ശരി നോക്കി, 100 മടങ്ങ് ഇവിടെ തന്നെ മത്തായി തന്നെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും നിലത്തെയും, ഇവിടെ പോലെ നോക്കി നിലത്തെയും ഫുൾ നോക്കിയിട്ട് വേണം ഇനി പറയാണ് വരുവാനുള്ള ലോകത്തിൽ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ എവിടുത്തെയായിരുന്നു ഒന്ന് പറ. ഇപ്പം ഇത്രയും നേരം പറഞ്ഞത് ഏത് ലോകത്തെ പറ്റിയാ? വരുവാനുള്ള ലോകം എന്ന് പറയുമ്പോൾ അർത്ഥം എന്തുവാ? ഈ ലോകമുണ്ട്, വരുവാനുള്ള നിത്യതയിലുമുണ്ട്. അപ്പൊ ഈ ലോകത്തിലും പ്രതിഫലമുണ്ട്, നിത്യതയിലുണ്ട്. അപ്പൊ ഇവിടെ നല്ല വീടൊക്കെ കിട്ടിയാൽ കളിയാക്കുമെന്ന് വേണ്ട, നീ കർത്താവിന്റെ സുവിശേഷം ചെയ്തത് കർത്താവിനെ പറ്റിച്ചിട്ടാണോടാ നിന്നെ കാശ് കിട്ടിയെന്ന് പിശാചിന്റെ ആത്മാവാ പറയുന്നത്. പറയണം, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, വേലക്കാരന് കൂലി കിട്ടും. വീടുകളെയും കണ്ടോ, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നല്ലതായിട്ട് ജോലി ചെയ്താൽ നന്നായിട്ട് ദൈവം അനുഗ്രഹിക്കും. ഇത് ഞാൻ പറഞ്ഞത് നമുക്ക് എക്സ്ട്രാ ബ്ലെസ്സിങ് ഞാൻ ഈ പറയുന്നത്. വീട് കിട്ടുന്നതും കാർ കിട്ടുന്നതും അല്ല, ഞാൻ എല്ലാത്തിനേക്കാളും ഉപരി എല്ലാം കൂടെ ഞാൻ പറയുക, എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ പത്രോസ് ലീഗ പറഞ്ഞതുപോലെ പറഞ്ഞ് പഠിക്കരുത്. അദ്ദേഹം ദൈവം തിരുത്തുക, പത്രോസ് ലീഗ ദൈവം തിരുത്തുവാണ്. ഞാൻ എല്ലാം വിട്ടുവെച്ച, അതിനർത്ഥം ഞാൻ ത്യാഗം ചെയ്യുമൊന്നുമല്ല. പക്ഷേ ലോകപ്രകാരം ത്യാഗമാണ്, ശരിയാ, കർത്താവ് നിമിത്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങി. പക്ഷേ വലിയൊരു വിളി കിട്ടിയിട്ട്, അപ്പം മിലിറ്ററി ജോലി ചെയ്യുന്ന ആൾക്കാരോട് പറയുകയാണ്, അവർ ഒരു സ്ഥലത്ത് അവർ സേവനമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ജോലി അല്ലേ. അപ്പോൾ നമുക്കൊരു കർത്താവ് ഇത്, പക്ഷെ അതുപോലെയല്ല, കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല കേട്ടോ. കർത്താവിൻ്റെ വേല വലിയ ഭാഗ്യമാണ്, പദവിയാണ് നമുക്കിത്. കർത്താവിൻ്റെ സുവിശേഷം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലമുണ്ട്. നമുക്കിപ്പോൾ ഈ നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് രോഗികളായുള്ളവരൊക്കെ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈ നാളെ മുതൽ ഈ രോഗസൗഖ്യ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാതെ നാളെ മുതൽ രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചേ. എത്ര പേര് ഇത് കേട്ടിട്ട് തയ്യാറാ? അതോ ഇനി മുതൽ വേറെ ഞാൻ വേറെ വല്ല പ്രാർത്ഥനയ്ക്കും പോകാമെന്ന് പറയുന്നവരുണ്ടോ? ഞാൻ തയ്യാറാണ് ബ്രദർ. ഹലോ ബ്രദർ. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ദിവസങ്ങളിൽ ഇത് എത്ര നല്ല അനുഗ്രഹിക്കപ്പെടാതെ. ഞാനിത് 2010 ഇറങ്ങി. എനിക്ക് ആദ്യമൊക്കെ ആൾക്കാർ പറഞ്ഞു നമ്മുടെ ചെരുപ്പ് പോകും, വസ്ത്രം പോകും, ജീവിതം പോകും, കുട്ടിച്ചോറാകും, സുവിശേഷം പറയും. അല്ല, എനിക്ക് പിന്നെ ഈ മർമ്മം പിടികിട്ടി, ഇതൊന്നും നഷ്ടപ്പെടുന്നതല്ല. ഇനി നഷ്ടപ്പെട്ടാലോ ഇരട്ടി തരും. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പ്രതിഫലം കിട്ടും. നമ്മൾ ത്യാഗം ചെയ്യുന്നവരല്ല കേട്ടോ. പലരും പറയുന്നുണ്ട് കർത്താവ് നിമിത്തം ത്യാഗം ചെയ്തു. രക്തസാക്ഷികൾ ഈ ഗണത്തിൽപ്പെടുന്നതല്ല. രക്തസാക്ഷികൾ കുറച്ചും കൂടെ അനുഗ്രഹിക്കപ്പെടരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. രക്തസാക്ഷികൾ അവർ ബ്ലെസ്സഡ് ആണ്, അവർ കുറച്ചും കൂടെ ക്രിസ്തു നിമിത്തം പ്രാണൻ കളഞ്ഞവരാണ്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വളരെ നമ്മളെക്കാൾ ഒരു പടി ബ്ലെസ്സിങ് അവർക്ക് കൂടുതൽ ലഭിച്ചിരിക്കും. ആമേൻ. അത് തീർച്ചയാണ്. രക്തസാക്ഷികൾ, കർത്താവിന് വേണ്ടി മരണപ്പെടുന്നവരുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ബ്രദറെ സുവിശേഷം അറിയിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടാനാ? കർത്താവിൻ്റെ പ്രതിഫലം കിട്ടും. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വേലക്കാരാ. ഒരു രോഗി സൗഖ്യമാകുമ്പോൾ, ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവനൊരു വിടുതൽ കിട്ടുമ്പോൾ, അവൻ്റെ വിടുതൽ നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി, നിങ്ങൾക്കത് പ്രതിഫലമാക്കി മാറ്റുന്നൊരു ദൈവം ഉണ്ടെന്ന് അറിയണം. ആമേൻ.
ഇങ്ങനെ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചാൽ ഇന്ന് കരഞ്ഞ് മാറാത്ത കുഞ്ഞുങ്ങളുടെ വിഷയമൊക്കെ അത്ഭുതമായിട്ട് തീരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഒരു കുഞ്ഞ്, ഇപ്പം ഞാനത് ക്യാമറ പറയാൻ കാരണം ആ ഒരു കുഞ്ഞ് ക്യാമറ ഏകദേശം ഒരു 2000 രൂപയൊക്കെ എങ്ങാണ്ട് മേടിച്ചൊരു ക്യാമറയിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ ലൈവ് പഴയ നോക്കിയാൽ മതി. ഫേസ്ബുക്കിൽ ലൈവ് കിടപ്പുണ്ട് 2018-16 മുതലുള്ളതൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു കുഞ്ഞു ഇങ്ങനെ വേണേൽ പറയാം, ഇപ്പോഴത്തെ കാലത്ത് വളരെ പൊട്ട ക്യാമറയത്. പക്ഷെ എനിക്ക് വലിയ സന്തോഷമായിരുന്നു ആ ക്യാമറയിൽ അത് പ്രവർത്തിച്ച് ലൈവ് വിടാൻ വേണ്ടി. എന്നാൽ ഞാനിപ്പോൾ വലിയ സന്തോഷം, കാര്യം നമ്മൾ വരാൻ ദിവസങ്ങളിൽ നമ്മൾ പുതിയ ക്യാമറ എടുക്കാൻ വേണ്ടി പോകും നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ ചിന്തിക്കർത്താവ്, അന്നും ആ 2000 രൂപയുടെ ഒരു ക്യാമറ മേടിക്കാൻ വേണ്ടി ഞാനൊരു 10 പ്രാവശ്യം അവരുടെ വില പേശി, വല്ലതും കുറയ്ക്കുമോ. ആ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയും ഇത് ചെയ്യണം. അന്നത് വലിയ തുകയാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ സംസാരിച്ചപ്പം കർത്താവ് അത്രത്തോളം നമ്മളെ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വേലയിൽ നിൽക്കുമ്പം അന്ന് നിങ്ങൾ ചെയ്തത് ഞെരുക്കത്തോടെ ആണെങ്കിൽ ദൈവം ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് ഒരു സന്തോഷത്തോടെ പ്രതിഫലം തരുന്നൊരു ദിവസം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം മീറ്റിങ്ങിന് നിങ്ങൾ ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെയുണ്ട്. ഇനി ആര് വന്നില്ലെങ്കിലും ഞാൻ അവിടെ മൈക്കെടുത്ത് പ്രസംഗിക്കും. കർത്താവ് എന്നോട് പറഞ്ഞ ആലോചനകൾ പ്രവചനമായിക്കോട്ടെ, ഇനി ഒരാൾ വന്നാൽ ആ വ്യക്തിയുടെ രോഗം ഇതായിക്കോട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയും ആളെ ഞാൻ നോക്കാറില്ല, ഞാൻ എൻ്റെ കറക്റ്റായിട്ടുള്ള വേല ചെയ്യും, ഞാൻ പ്രതിഫലവും മേടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധി വരും. അതുകൊണ്ട് ഞാൻ ആ പ്രവർത്തനം, എനിക്കവിടെ ആ ഒരു പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതല്ല, എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ചെയ്യും. നിങ്ങൾ അവിടെ വന്നിട്ടൊരു കസേര ഇടാൻ ഇങ്ങനെ ബസ്സിൽ നിങ്ങൾ കസേര ഇട്ടില്ല, ഞാൻ കയറി കസേര ഇടും. നിങ്ങളവിടെ ബോക്സ് പിടിക്കാന്നില്ല, ഞാൻ കയറി ബോക്സ് പിടിക്കും. അപ്പം പിന്നെ വന്ന് ഞാനത് പ്രതിഫലം മേടിച്ചുകൊണ്ട് പോകും. അപ്പം ഇതെല്ലാം പൗലോസ് തിന്നാലും കുടിച്ചാലും എല്ലാം സുവിശേഷം നിമിത്തമാണ്. ഇതെല്ലാം വേലയാണ് കേട്ടോ. ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇതിനെല്ലാം കർത്താവിന് വേണ്ടി എന്തു ചെയ്തു. അപ്പം നമ്മളിതിന് പലപ്പോഴും കർത്താവിൻ്റെ വേലയിൽ, സുവിശേഷ വേലയിൽ നമ്മൾ നന്മ വിതയ്ക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ സ്വതന്ത്രവാഴ്ച കൊടുക്കുമ്പോൾ അത് മാത്രമല്ല അതിനൊരു ഭാഗമാകുന്നത്, എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മളെ ടീം ലീഡേഴ്സിനെ ഞാൻ വെച്ച് കഴിഞ്ഞ ദിവസം എല്ലാം ഇതിന് വേണ്ടി. അതൊക്കെ നിങ്ങൾ എന്ത് വേണ്ട, ഔദാര്യമായിട്ട് ചെയ്യൊന്നും വേണ്ട. ബ്രദർ എന്തെങ്കിലും തരുമെന്ന് ഓർത്ത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. ബ്രദർ ഒന്നും തരത്തില്ല, യേശുവാണ് പ്രതിഫലം തരുന്നത്. അങ്ങനെ വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുന്നവരാകട്ടെ എല്ലാം. ആമേൻ. അപ്പോൾ കർത്താവിന് വേണ്ടി നിന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് 9 വർഷത്തെ 9 അല്ല 2012 തുടങ്ങി ഇന്ന് 2025 കയറാൻ വേണ്ടി ഇത്രയും വർഷത്തോളം ദൈവം, ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ ഞാൻ റിവൈൻഡ് ചെയ്ത് നോക്കും. എപ്പോഴും ഒന്ന് പുറകോട്ട് പോയി നോക്കും. നടത്തിയ വിധങ്ങൾ, പോയ വഴികൾ എല്ലാം ഓരോ ദിവസവും, ഞാൻ മിക്ക ദിവസങ്ങളിലും ഞാൻ എൻ്റെ ആ വചനത്തിന് മുമ്പ് ഒന്ന് ധ്യാനിക്കും, ഒന്ന് തിരിഞ്ഞു നോക്കും. കാര്യം ദൈവം വിശ്വസ്തനാണ്, അവൻ പ്രതിഫലം തരും ദൈവമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നാളെ ഞാൻ ഇതിൻ്റെ പറ്റിയാൽ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം കൂടെയുണ്ട്, അതും കൂടെ എടുക്കാൻ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കൂടുതൽ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ എടുക്കാം. ബാക്കി ഭാഗം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് ഒന്ന് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കുഴിച്ചിട്ടത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ മടിയനാണ്, അത് വാണിഭം ചെയ്യണം. ഇപ്പം മനസ്സിലായോ? സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുത്താൽ സ്വർഗ്ഗത്തിൽ നിന്ന് അതിൻ്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊരു ഫീസും ഇല്ല, ഒന്നുമില്ല. ചില പറയട്ടെ, ബ്രദറെ ഞാൻ എൻ്റെ സ്വോത്രകാഴ്ച തരുന്നത് ഒരു പിരിവുമല്ല. നിങ്ങൾക്ക് വേണേ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് നിങ്ങൾക്ക് അധ്വാനത്തിന് തന്ന നന്മയാണെങ്കിൽ മാത്രം വിതച്ചാൽ മതി, ഒരു നിർബന്ധവും ഇല്ല. കർത്താവാണ് പ്രതിഫലം തരുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കണക്ക് പോലുമില്ല, ഞാൻ നോക്കാറുമില്ല. ആര് വിതയ്ക്കുന്നുള്ളതല്ല, മുന്നോട്ടുള്ള പ്രാർത്ഥനയിൽ ദൈവം തുറക്കും. ഇനിയിപ്പോൾ എത്ര ബഡ്ജറ്റ് ആയാലും, മുന്നോട്ട് എത്ര ബഡ്ജറ്റ് വന്നാലും, ഞാൻ പറഞ്ഞല്ലോ 2 പേരെ വെച്ചുകൊണ്ട് വിശ്വാസം തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്കത് പുറത്തൊരു ഭാരവുമില്ല. എത്ര വന്നാലും സ്വർഗം നോക്കും, ഒരു കുഴപ്പമില്ല. ദൈവം പ്രതിഫലം തരും. ദൈവത്തിൽ നിന്നാണ് മുഴുവൻ നന്മയും വരുന്നത്. അപ്പോൾ അതിനൊരു ഭാഗമാകുന്നത് മാത്രമാണ് സ്വോത്രകാഴ്ചയൊക്കെ. അത് മാത്രമല്ല നമ്മുടെ സോഴ്സ്, അതൊരു ഭാഗം മാത്രമാണ്. അതൊന്നും ഈ ലോകം മുഴുവൻ പോകാൻ വേണ്ടി നടക്കും, അതില്ല. വേറെ സോഴ്സുകൾ ദൈവം തുറക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവൻ്റെ കൂടെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാനിത് മറക്കരുത്. ഈ മെസ്സേജ് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യണം, നിങ്ങൾ കേൾക്കുന്നത് നല്ലതാണ്. ഇത് ചെയ്യണം. ഇത് ചെയ്താണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ വിഷു എന്ന് ഓർത്ത് പിന്നെ ഭാരപ്പെടേണ്ട. ദൈവം എന്ത് ഏറ്റെടുക്കും? കുഞ്ഞുങ്ങളുടെ പഠിപ്പ് ദൈവം ഏറ്റെടുക്കും. കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം ഏറ്റെടുക്കും. നിങ്ങളുടെ രോഗം ദൈവം പറയും, യുദ്ധം പേടിക്കണം, നിന്നെ ഞാൻ ഓടിക്കും. കിടക്കെടുത്ത് കിടക്കാനൊന്നും പറ്റത്തില്ല. ഇനി ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കൈ അവിടെ വെച്ചേ, രോഗമുള്ള ഭാഗത്ത് കൈവച്ച് ഇന്ന് നിങ്ങളുടെ രോഗത്തിൻ്റെ മേൽ സൗഖ്യം. ഞാൻ ആദ്യം ചോദിക്കുന്നത് രോഗം മാറിയവർക്ക് വേണ്ടിയുള്ള സാക്ഷ്യമാണ്. അതിനുശേഷം ആലോചന വെളിപ്പെട്ടവർ പറയണം. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരു സാക്ഷ്യങ്ങളും മിസ്സാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു സാക്ഷ്യം പോലും മിസ്സാകരുത് ഞാൻ ആഗ്രഹിക്കുമെങ്കിൽ. ഒത്തിരി പേര് എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞു, ബ്രദറെ എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റും, എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, എന്താ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തെന്ന്, എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. എങ്കിലും എത്ര പേര് നേരിട്ട് വന്ന് സാക്ഷ്യം പറയാൻ തയ്യാറായവരുണ്ട്? അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം. എത്ര പേര് നേരിട്ട് വന്ന്, ഇപ്പോൾ ആരും ലെഫ്റ്റ് ചെയ്യൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എത്ര പേര് നേരിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ളവരുണ്ട്?
ഞാനുണ്ട് ബ്രദർ. ഞാനുണ്ട് ബ്രദർ. പറയണേ പാസ്റ്റർ. ആ അപ്പം നേരിട്ടൊക്കെ സാക്ഷ്യം വേണ്ടി പറയാനുള്ളവർ ശ്രദ്ധിച്ചു. ദൈവം ചെയ്ത കാര്യങ്ങളെ നേരിട്ട് പറയാൻ ഒരു മടിയും കാണിക്കണ്ട. അവിടെ വന്ന് ബ്രദറെ നാണക്കേടാണ്, ഞാൻ ചോദിച്ചോട്ടെ, ഈ നാട്ടുകാരൊന്നും നമുക്ക് ചിലവിന് തരത്തില്ല. ഈ നിങ്ങൾ ആരെ പേടിക്കുന്നുണ്ടോ ആ വ്യക്തി നിങ്ങൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ എൻ്റെ ആകാശത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. നമ്മളെ സഹായിക്കാൻ ദൈവം മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് മനുഷ്യനെ പേടിച്ച് ആരും സാക്ഷ്യം പറയാതിരിക്കരുത്. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് മുന്നോട്ട് സാക്ഷ്യം നിങ്ങൾ പറയാനുള്ള ഒരു നേരത്തെ നമ്മുടെ ടീമിലുള്ള ആ ലീഡേഴ്സിൻ്റെ നിങ്ങൾ ഏൽപ്പിക്കണം. നിങ്ങൾ സമയം നീട്ടിക്കൊണ്ട് പോരുത്. എല്ലാ സാക്ഷ്യം കാണുമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തിന് വേണ്ടി. കാര്യം കഴിഞ്ഞ ദിവസം വിളിച്ചൊരു സഹോദരി പറഞ്ഞു, അയ്യോ ഞാനിന്ന് ആ സാക്ഷ്യം നാളെ ഞാനൊരു സാക്ഷ്യം കേൾപ്പിക്കാം. അതിന്ന് പുള്ളിക്കാർ ടെസ്റ്റായിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് തന്നിട്ടുള്ളൂ. അത് വലിയൊരു സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടത് എനിക്ക് റെക്കോർഡ് അയക്കണം. ഇവിടെയുള്ള എനിക്ക് വന്നത് യൂറോപ്യൻ കൺട്രിയിൽ ഇവിടെയുള്ളൊരു സാക്ഷ്യമാണ്. അവരോട് ഞാൻ പറഞ്ഞു വോയിസ് റെക്കോർഡ് എനിക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടതുകൊണ്ടാണ് അവർക്ക് ആ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ബലം കിട്ടിയെന്ന് എന്നോട് പറഞ്ഞു. അപ്പം നിങ്ങളുടെ ഒരു സാക്ഷ്യം മറ്റൊരു വ്യക്തിക്ക് അത്ഭുതത്തിന് വേണ്ടി കാരണമായി തീരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കഷ്ടകാലത്തിന് ദൈവം അതാ പറഞ്ഞു, നമ്മുടെ കഷ്ടകാലമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും പറഞ്ഞ് പഠിക്കരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, ഏത് സമയത്തും ദൈവമേ കാണത്തുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി. ഇതൊക്കെ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ ഈ മത്തായും വായിച്ച് മർക്കൂസും വായിച്ച് കരഞ്ഞു പോയിരിക്കുമല്ലേ. ഇതിനകത്തൊക്കെ മത്തായിലും മർക്കൂസിലൊക്കെ മർമ്മങ്ങൾ ഇരിപ്പുണ്ട്. ഇത് കാണാതെ നമ്മൾ ചുമ്മാ ബൈബിൾ വായിച്ചതുകൊണ്ട് കുറേ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ കുഴിച്ചിടുന്നവരാ. നാളെ കർത്താവ് ചോദിക്കും, മടിയനും എന്താ പറയുന്നത് ദാസനായവനെ നിന്നെ കൊണ്ട് എന്തിനാ പ്രയോജനം ചോദിക്കുമ്പോൾ നാണം കെടരുത് കേട്ടോ. നാണം കെടരുത്. അവിടെ ചെല്ലുമ്പോൾ കർത്താവേ ഞാൻ നീ തന്നതെല്ലാം ബൈബിൾ സൂക്ഷിച്ചവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ എവിടെയെല്ലാം പ്രാർത്ഥനയ്ക്ക് പോയെന്നറിയാവോ. കർത്താവ് പറഞ്ഞു, നിന്നോട് ആരാ ഞാൻ പറഞ്ഞത് ഓടാൻ? നീ എനിക്ക് വേണ്ടി എന്നാ ചെയ്തത്? ഓ ഞാൻ കർത്താവേ അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അങ്ങനെയൊന്നുമല്ല. കർത്താവിന് വേണ്ടി ചെയ്താൽ പ്രതിഫലം ഉണ്ടോട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. രോഗികളായി ഭാരപ്പെടുന്ന ഒരു കൈ അവിടെ വെച്ച്, എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ അവിടെ വെച്ച്, എന്നാൽ മുഴയൊക്കെ ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ മുഴയുള്ളവർക്ക് കൈ വെച്ചിട്ട് പറ, യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ രോഗം യേശു വഹിച്ചതാ. പറ, എൻ്റെ രോഗം യേശു വഹിച്ചതാ, എൻ്റെ വേദന യേശു ചുമന്നതാ. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസിനെയും ദൈവം തന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ കർത്താവ് ഒരു ജാൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മ പറഞ്ഞു. ഈ ജാൻസിയുടെ ഭവനത്തിൽ തന്നെ, ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ആ ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, എങ്കിലും ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേവിയറിനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ ജാൻസി സേവിയർ, ആ കുടുംബത്തിൽ ബന്ധപ്പെട്ടതാണ് സേവിയർ. ഞാൻ ജാൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ തലമുറകളെ ഓർത്ത് വലിയൊരു ഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന കുടുംബമാണ്. ഇന്ന് ആ മകളുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ദൈവം സകല കെട്ടുകളെയും പൊട്ടിച്ച് തലമുറയെ ഓർത്ത്, അവൻ്റെ ഭാവിയെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, യേശു കൂടെയുണ്ടെന്ന് പറയണം. കർത്താവ് അവരുടെ കാര്യം വഹിക്കും. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക, വചനത്തിലും പ്രാർത്ഥനയിലും ശക്തിപ്പെടുക. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഞങ്ങളുടെ മഹത്വം എന്ന് വെളിപ്പെടുന്നില്ല. എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് ആ രോഗത്തിൻ്റെ മേൽ കൈവച്ച്, ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ച്, ആ മുഴകൾ ഇന്ന് അപ്രതീക്ഷമാകുക, ആ വേദനകൾ അപ്രതീക്ഷമാകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. എനിക്കറിയത്തില്ല, വിരലുകളെ കർത്താവ് ഇങ്ങനെ എടുത്ത് കാണിക്കും. വിരലുകളുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സൗഖ്യത്തെ കർത്താവ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു ഭവനത്തെ കർത്താവിനെ കാണിക്കും. ഈ കടും പച്ചയല്ല, പക്ഷേ ഒരു ഇളം പച്ച പോലെ തോന്നിക്കുന്ന, പച്ചയും നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ നമ്മൾ ഒരു മങ്ങിയ ഒരു എന്താ പറയുന്നത്, ചില കേക്കിലൊക്കെ വരുന്ന ഒരു പച്ച കളറുണ്ടല്ലോ, കേക്കിലൊക്കെ വരുന്നത്, അതായത് കടും പച്ചയല്ല, ഒരു ക്രീമി അങ്ങനത്തെ ഒരു മോഡൽ, ഒരു മങ്ങിയ പോലെ വരുന്ന ഒരു മങ്ങിയ കളറിലെ പച്ച ഷെയ്ഡ് വരുന്ന ഒരു പെയിൻറ്റ് അടിച്ച വീടിൻ്റെ അകവശം ഞാൻ കാണുവാണ്. ആ വീടിൻ്റെ അകവശത്ത് തന്നെ ഈ വലിയൊരു എഴുത്ത് പോലെ ഭയങ്കരമായിട്ട് വലുതായിട്ട് എഴുതിയ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചില കാര്യം തൂക്കിയിടുമല്ലോ, അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നൊരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ ഒരു വീടിൻ്റെ, അതായത് ഞാൻ കാണുന്നത് ആ വീടിൻ്റെ ലോഞ്ചിൽ, അതായത് കയറി വരുന്ന ഹോളിൽ തന്നെ, കയറി വന്ന ഡോറ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു TV സ്റ്റാൻഡേൽ, ആ TV സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഴയ ടൈപ്പ് സ്റ്റാൻഡാണ്. അതായത് ആ സ്റ്റാൻഡ് TV മാത്രമേ വെക്കത്തുള്ളൂ. താഴത്തെ തട്ടിൽ ഇങ്ങനെ വെക്കാവുന്ന സ്പേസ് ഉള്ളതാണ്. TV മാത്രം വെക്കുന്ന TV പഴയ സ്റ്റാൻഡ് പോലെ, അങ്ങനത്തെ ഒരു സ്റ്റാൻഡ്. അത് വലിയ
ഇതായിട്ടുള്ളതല്ല, കവറിംഗ് ഉള്ള ടി വി സ്റ്റാൻഡല്ല, ഒറ്റ ടി വി സ്റ്റാൻഡിൽ തന്നെ ഈ 2 തട്ടായിട്ടുള്ള ഒരു ടി വി സ്റ്റാൻഡ് ഇരിക്കുന്നൊരു വീടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ടി വി സ്റ്റാൻഡ്, ആ ടി വിയുടെ തൊട്ട് പുറകോട്ടിറങ്ങിയാൽ അടുക്കള ഭാഗത്തോട്ട് നിൽക്കാം. ഇപ്പോൾ ആ കാണുന്ന കാഴ്ച അടുക്കള ഭാഗത്ത് നിൽക്കുന്ന ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുന്നു. എപ്പോഴും അവിടെ നിൽക്കുന്ന ഒരു സഹോദരീനെ കർത്താവ് സ്പർശിക്കുന്നവരെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ രക്ഷയെ ദൈവം തുറക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ കർത്താവെ കൽപ്പിക്കുന്നു, ആ കുടുംബത്തിൻ്റെ മേൽ രക്ഷാ പദ്ധതി തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മുടെ കർത്താവ് പറയുന്ന പല നന്മകളും പലരും കൂടെ ചേർന്ന് അപഹരിച്ചുകൊണ്ട് പോയ ഒരു കുടുംബമാണിത്. പലപ്പോഴും നന്മ കാണേണ്ട കുടുംബമാണ്, നഷ്ടപ്പെട്ടു പോയ കുടുംബമാണ്. പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയത്. ബ്രദർ, അത് ഞാൻ ഇന്ന് പോയ ഒരു കുടുംബമാണ് ബ്രദർ. അതിന്റെ സാക്ഷി എനിക്ക് പറയണം ബ്രദർ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കാല് മുറിക്കേണ്ട അവസ്ഥയിലായി, ഇപ്പൊ വീട്ടില് മരണാവസ്ഥയിൽ കിടക്കുകയായിരുന്നു ബ്രദർ. ഇന്ന് എനിക്ക് ആ വീട്ടിൽ എന്റെ കർത്താവാണ് എന്നെ ഇന്ന് ആ വീട്ടിൽ പോവാൻ. ഈ പറഞ്ഞ അടയാളം തന്നെയാണ് എക്സ്ട്രാ വീട്? അതേ അടയാളം തന്നെ ബ്രദർ. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കർത്താവ് ഇന്ന് അത്ഭുതമാക്കി മാറ്റും സിസ്റ്ററെ. ഇതൊന്നും യേശുവിനെ അതിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് നമ്മുടെ നടുവിൽ അസാധാരണമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ. ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവർ, ഞാൻ ഈ സമയത്ത് നിങ്ങൾ ദൈവരായത്തിന് വേണ്ടി ഇറങ്ങാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വേണം. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ വേണ്ടി പോവാം. ഞാൻ പറഞ്ഞല്ലോ, യേശു എനിക്ക് മാത്രമല്ല, നമുക്കെല്ലാം അധികാരം തന്നിട്ടുണ്ട്. ഞാൻ ആ അധികാരത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്. നിങ്ങളും അധികാരത്തിൻ്റെ അകത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആക്കി വെച്ച രാജ്യത്ത്, അതുകൊണ്ടാണ് ഞാൻ ഇമ്പാർട്ടേഷൻ, കൈവെപ്പിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു വ്യക്തിയുടെ മേൽ കൈവച്ചാൽ പകർച്ച ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം നിങ്ങൾ വേലക്കാർ തയ്യാറാണെങ്കിൽ, ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കർത്താവിന് വേണ്ടി നിങ്ങളുടെ മേൽ കൈവച്ചാൽ അത് ജ്വലിച്ചിരിക്കും. ചുമ്മാ എന്തുകൊണ്ടാണ് അത് എല്ലാവരുടെ മേലും ജ്വലിക്കാത്തത്? നിങ്ങൾ മടി കാണിക്കുന്ന അറിയാവുന്നത് കൊണ്ടാണ്. എന്നാൽ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പാണ് കൈവെപ്പ് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. യേശുവിൻ്റെ നാമത്തിൽ രോഗമുള്ളവർ, വേദന ഉള്ളവർ ചുമ്മാതിരിക്കരുത്, ചെക്ക് ചെയ്തേ. ഈ സമയത്ത് വേദന മാറിയവരുണ്ടെങ്കിൽ, ചോദിക്കുവാണെങ്കിൽ വേദന മാറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുന്ന സമയമാണ്. തുടർച്ചയായിട്ട് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ വേദന മാറിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നേ. വേദന മാറിയവർക്ക് പറയാം ഈ സമയത്ത്. അല്ലാത്തവർ കർത്താവിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയുള്ള ഈ മ്യൂട്ട് നിങ്ങൾ ചുമ്മാ നിങ്ങൾ മ്യൂട്ട് മാറ്റണം. ഉണ്ടേ മാത്രം വേദന മാറിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്താണോ നിങ്ങളുടെ ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട് എന്താണോ പറ്റാത്തത് അത് നോക്കിക്കേ. എന്നിട്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിയെന്ന് ഉറപ്പുള്ളവർ, പൂർണ്ണമായും ആ വിഷയത്തിൻ്റെ മേൽ മാറ്റമുണ്ടെന്ന് ഉറപ്പുള്ളവർ ചെക്ക് ചെയ്തിട്ട് പറയണം. രോഗമുണ്ടെങ്കിൽ പറഞ്ഞു. ബ്രദറെ, ഈ വിരലിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് എന്റെ കൈയായിട്ടാണ്. എന്റെ വിരൽ ആക്സിഡന്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ ഈ പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അത് കൈ മടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നു. അത് മടക്കാൻ പറ്റത്തില്ലായിരുന്നു? അത് ഭയങ്കര പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞായിരുന്നു. ഞാൻ ഇത് വെച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 1.5 മാസമായി ഞാൻ ഈ പ്രയർ മീറ്റിങ്ങിന് ലൈവ് വരുന്നോണ്ടിരിക്കുകയാണ്. അതെ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ബ്രദർ ഈ പ്രാർത്ഥിച്ച സമയത്ത് ബ്രദറിന്റെ വിരലുകളായിരുന്നു ഈ കാര്യം പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞായിരുന്നു വിരലിന്റെ കാര്യം. മടക്കാൻ പറ്റത്തില്ലായിരുന്നു? അത് പൂർണ്ണമായി മടങ്ങി വരുന്നുണ്ട്. വേദനയില്ല. ഇത് വലിയ സാക്ഷ്യം. എത്ര പേര് ഇത് കേട്ടായിരുന്നു? ആ വിരലുകളുടെ മേൽ കർത്താവിന്റെ സൗഖ്യം വെളിപ്പെടുന്നത്. ബ്രദറെ ഒരു മിനിറ്റ് പറഞ്ഞു. ഒരു മിനിറ്റ്. ആ ബ്രദർ പറഞ്ഞത് 1.5 മാസമായിട്ട് ബ്രദർ സൂമി കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ കൈയായിരുന്നു. കൈ മടക്കാൻ പറ്റത്തില്ലായിരുന്നു, വേദനയുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യമാക്കി. ഞാൻ പറഞ്ഞല്ലോ, വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. അപ്പൊ എനിക്ക് എന്തുണ്ട്? പ്രാർത്ഥിച്ച എനിക്കുണ്ട്. എന്തുണ്ട്? ഒന്ന് പറഞ്ഞേ ഉറക്കെ. പ്രാർത്ഥിച്ച ഉണ്ട്. പ്രതിഫലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നയാൾക്ക് പ്രതിഫലം ഉണ്ടെങ്കിൽ ഞാനിത് മുഴുവൻ കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ചാടിക്കയറി നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഒരു അത്ഭുതം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെട്ടാലും ആ ശരീരത്തിൽ നിങ്ങൾ ചെയ്തത് നിമിത്തം ഇതിനെല്ലാം പ്രതിഫലമുണ്ട് പ്രിയരെ. ഇതാണ് സുവിശേഷ വേല. അതല്ലാതെ ഞാൻ പറയും സുവിശേഷ വേല എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ല.
സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് സുവിശേഷ വേല. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ രാത്രി മൊത്തം ഇരുന്നാലും വലിയ സന്തോഷമാണ്. കർത്താവ് നമ്മളെ പിന്നെയും ശക്തമായിട്ട് ഉപയോഗിക്കും. ഇനിയും നമുക്ക് വേദനകൾ മാറി ഇനിയും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് പറയാനുള്ള അവസരങ്ങൾ ഇന്ന് കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഇനിയും ആ രോഗങ്ങൾ സൗഖ്യം, ഇത് ഏത് രാജ്യത്താണ് നിങ്ങളിരുന്നാലും രോഗസൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റാർക്കെങ്കിലും വേദന മാറിയവരുണ്ടെങ്കിൽ പറഞ്ഞു തുടങ്ങണം. മറ്റാർക്കെങ്കിലും അനുഭവം ഉണ്ടോ വേദന മാറിയൊരു? ബ്രദർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ബ്രദർ. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാം, ആ പോയ ഭവനത്തിൽ ആ സഹോദരന്റെ വിരല് 1-2 വിരല് മുറിച്ചതാണ്. അപ്പൊ ആ കാല് നല്ലതായിട്ട് ബാൻഡേജ് ഇട്ട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ മരണശയ്യയിൽ കിടക്കുന്ന അവസ്ഥയിലാണ് കിടന്നിരുന്നത്. മറ്റേ ഈ വെളിപ്പെട്ട വീടാണ് സിസ്റ്റർ പറഞ്ഞത്. അതെ ബ്രദർ. അവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചോണം. അവരുടെ മകനും മകളും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആക്സിഡന്റ് ആയി. അതിന്റെ കൈ ഒടിഞ്ഞ് പിന്നെ കഴുത്തിൽ കൂടെ ബാഗ് ഇട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഇതവരെ കേൾപ്പിച്ചോണം. അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കണം. കാര്യം കർത്താവ് വെളിപ്പെടുത്തിയാണ്, ദൈവസന്നിധി ചേർന്ന് നിന്നാൽ ഈ അനർത്ഥത്തിന്റെ പിശാച വീട്ടിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി കർത്താവ് ഈ മേഖലയിലെല്ലാം സമാധാനം കൊണ്ടുവരുന്ന പറയണം കേട്ടോ. കർത്താവ് എന്ന് പറയാമെന്ന് സിസ്റ്റർ അവിടെ പോയത് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമാണ്. അതിന്റെ പ്രതിഫലം കർത്താവ് തരിക തന്നെ ചെയ്യും കേട്ടോ. കാര്യം പറഞ്ഞില്ലേ ബ്രദറെ, അത് എന്റെ കാലിന് ഇതുപോലെ സ്പൈനൽ കോഡ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്റെ കാല് 2 ബാലൻസും പോയി, നല്ല തരിപ്പും പോകച്ചില്. അപ്പൊ ഞാൻ വിരലയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ബ്രദറെ ഈ ആലോചന പറഞ്ഞത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് സിസ്റ്റർക്ക്? ഇപ്പൊ തരിപ്പ് ചെറുതായിട്ടൊരു കുറയുന്ന പോലെ തോന്നുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടും കുറഞ്ഞേ പറ്റത്തുള്ളൂ. പൂർണ്ണമായിട്ട് പറയണം, യേശു എൻ്റെ ഈ വേദന വഹിച്ചതാണ്, എൻ്റെ ഈ തരിപ്പും ബുദ്ധിമുട്ടും യേശു എൻ്റെ ക്രൂശിൽ വഹിച്ചതാണ്, എനിക്ക് പൂർണ്ണ സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. ആ തരിപ്പ് പകുതി പോയാൽ പോരാ, പൂർണ്ണമായിട്ടും മാറിയിരിക്കണം കേട്ടോ. അതാണ് അവകാശം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചോണ്ടിരുന്നു കേട്ടോ, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. കർത്താവ് ഞങ്ങളുടെ തിരുമുറിവിൽ എനിക്ക് പൂർണ്ണ സൗഖ്യം കേട്ടോ, അത് പറഞ്ഞ് കാണിക്കണം കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ? വേദന മാറിയൊരു വേഗത്തിൽ പറഞ്ഞ്. എനിക്ക് വേദനയില്ല, എനിക്ക് എന്റെ കാലിന് മരപ്പായിരുന്നു, ഒരു കാലിന്റെ ഇടത് കാലിന്റെ പാദത്തിന് മരപ്പായിരുന്നു. അപ്പൊ ഞാൻ കുറെ നാള് ആയുർവേദ മരുന്ന് കഴിച്ചായിരുന്നു. അപ്പൊ എനിക്ക് എത്ര നാളായിട്ടുള്ളതാണ്? ഒരു വർഷത്തോളൊക്കെ എനിക്ക് കാലിന്, 1 വർഷമല്ല 2 വർഷത്തോളം എനിക്ക് കാലിന്റെ പാദത്തിന് ഇങ്ങനെ തരിപ്പ്. അപ്പൊ ഞാനത് പിന്നെ ആയുർവേദ മരുന്ന് കഴിച്ചോണ്ടപ്പോ എനിക്ക് കുറഞ്ഞു. അത് നിർത്തി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ആ വേദന മരപ്പ് ഇങ്ങനെ വന്ന് തുടങ്ങി. അപ്പൊ ഞാനിത് കുറെ ദിവസമായിട്ട് ഇങ്ങനെ കാലിന്റെ ഭാഗത്ത് കൈവച്ചിങ്ങനെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ചർച്ച ചെയ്തിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കുക, എന്റെ കാലിന്റെ മരപ്പ് പോയല്ലോ, അത് എപ്പോഴാ പോയെന്ന് എനിക്കറിയില്ല. ഇത് പ്രാർത്ഥിച്ചോണ്ടപ്പോ എനിക്ക് മാറിപ്പോയത്. ആമേൻ. അതായത് പറഞ്ഞിട്ട് എത്ര വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരുന്ന? 2 വർഷമായിട്ട് 2 വർഷമായിട്ട് എനിക്ക് കാലിന് മരപ്പ് തരിപ്പുണ്ടായിരുന്നു. ആയുർവേദമാണോ അലോപ്പതിയാണോ കാണിച്ചത്? ഏതാ? ആയുർവേദം ഞാൻ കുറെ ഒരു പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കുറെ ആയുർവേദം ഞാൻ 6 മാസം കഴിച്ചായിരുന്നു. അത് മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് തുടങ്ങിയ വേദന മരപ്പ് ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ ഈ സൂമിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നപ്പോ ഞാൻ എന്നും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അത് മാറിപ്പോയി. എനിക്ക് എപ്പോഴാ മാറിയത് എനിക്ക് അറിയുന്നില്ല. ഇപ്പൊ ഞാനത് സിസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതെ. അപ്പൊ സ്തോത്രം, കർത്താവിന്റെ കൃപയിൽ അത് മാറിപ്പോയി. വലിയ അത്ഭുതമാണ്. പറഞ്ഞു കേട്ടില്ലേ, ആയുർവേദം കാണിച്ചു, മരുന്ന് കഴിച്ചു, ഒരു മാറ്റമില്ല. 2 വർഷമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 6 മാസമായിട്ട് മരുന്ന് കഴിച്ചിട്ടും വ്യത്യാസമില്ലായിരുന്നു. എന്നാൽ സൂമിൽ പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പോൾ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാണ്, കൈ വെക്കണം നിങ്ങൾ. യേശുവിൻ്റെ നാമത്തിൽ ഇനി മുതൽ നിങ്ങൾ കൈവച്ച് ആ രോഗികളെ സൗഖ്യമാക്കുക. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു റീബ കൊച്ചിന്റെ കാര്യം. ആ കുഞ്ഞിനെ ഞാൻ ഇന്ന് വിളിച്ച് അവരോട് പറഞ്ഞ്, രാവിലെ വിളിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പൊ വന്നു, ജോലിക്ക് പോയി 7 മണിയായപ്പോ വന്ന ശേഷം വിളിച്ച. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരനെ ഓർത്ത് ഞാൻ ഇങ്ങനെ വരാൻ വേണ്ടിട്ട് വിളിച്ചത്. ഇല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് കൂടുന്നുണ്ട്, അപ്പൊ അതിലിങ്ങനെ കൊച്ചിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ ചേച്ചി, ആ കുഞ്ഞിന് പനിയായിരുന്നു, ഇന്നലെയൊക്കെ ഭയങ്കര പനിയായിരുന്നു,
അപ്പൊ ഞങ്ങള് ഇന്ന് രാവിലെ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് കൊച്ചിന് മരുന്ന് കൊണ്ടുപോയി. പിന്നെ ചുമയായിപ്പോ ഞാൻ പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഐഡിയ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സിലെന്ന് ഞാൻ അവിടെ നിൽക്കുമ്പോ എപ്പോഴും വചനം കേൾക്കുവായിരുന്നേ. അപ്പൊ ഇവര് ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ്, ചേച്ചി എപ്പോഴും ഇങ്ങനെ വചനം കേട്ടാ പിള്ളേരുടെ മേലിൽ ശ്രദ്ധ ഉണ്ടാവൂല എന്നുള്ള ഒരു ഇത് എനിക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും വചനം കേൾക്കുമ്പോ ഞാൻ എപ്പോഴും ദൈവത്തോട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കരുതാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരനർത്ഥവും ഞാൻ അവിടെ ഉള്ളപ്പോ സംഭവിക്കുമല്ലോ. കുഞ്ഞുങ്ങൾ നല്ല സുരക്ഷിതരായിരിക്കുമായിരുന്നു. പക്ഷെ അവരന്നേരം പറഞ്ഞിപ്പോ ഇപ്പൊ എനിക്കത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന എനിക്കൊരു ഉള്ളിലൊരു ബോധ്യം വന്നു ബ്രദറെ. ഒരു ദൈവത്തിന്റെ വലിയൊരു തീർച്ചയായിട്ടും മിസ്റ്റർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പിന്നെയും പ്രാർത്ഥിക്കണം. കർത്താവ് ഇനിയും അവർക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും. സിസ്റ്ററുടെ പ്രാർത്ഥന വേണമെന്ന് പറയുന്ന രീതിയിലേക്ക് ആ കുടുംബത്തെ ദൈവം ആക്കും കേട്ടോ. അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചിരുന്നോണം. കർത്താവ് അങ്ങനെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. കർത്താവ് അങ്ങനെ മാവട്ടത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. പറഞ്ഞോ. കഴിഞ്ഞ ആഴ്ച മുഴുവൻ എനിക്ക് ചുമയും ജലദോഷമായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുഴുവൻ അത് ഒരു മിനിറ്റിൽ ഒരു 30 വട്ടമെങ്കിലും ചുമച്ച് വയറൊക്കെ ഭയങ്കര വേദന. എന്നിട്ട് ഇന്നലെ ഞാൻ പകല് 3 മണി സമയത്ത് കുറെ വചനം ഇരുന്ന് പറഞ്ഞ് എനിക്ക് അന്യഭാഷ പോലെ എനിക്ക് പറയാൻ കിട്ടി. അതും പറഞ്ഞിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറെ 1 മണിക്കൂർ 2 മണിക്കൂറോളം ഇരുന്ന് വചനം പറയില്ല, അന്യഭാഷ പറയില്ല. അങ്ങനെ ഇരുന്നപ്പോണ്ട് എന്റെ എന്റെ ഈ തൊണ്ടയുടെ അവിടുന്ന് എന്തോ ഏറ്റി ഇറങ്ങുന്ന പോലെ അതോടുകൂടി ചുമ നിന്നു. ഭയങ്കരമായ ചുമ. എനിക്ക് പേടി എന്താന്ന് ചോദിച്ചാൽ എന്റെ സ്പൈനൽ കോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ ചുമക്കുമ്പോ അവിടെ എന്തെങ്കിലും പ്രശ്നം. എന്റെ ചുമ നിന്നു ബ്രദറെ. ഇന്നലെ രാത്രി 1-2 ഉറങ്ങുകയും ചെയ്യുന്നു. പകലൊക്കെ ഒന്ന് നന്നായി ഞാൻ ചുമക്കാതിരുന്നു. ആമേൻ. വലിയ സാക്ഷ്യമാണ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തെ പ്രിയ അവർ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്യഭാഷാ വരവും കൂടെ കയറി വന്നു. ആ കൂടെയും പ്രാർത്ഥിച്ചു. കർത്താവ് അത് പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കുവാൻ ഇടയായി തീർന്നു. യേശുവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ പ്രവർത്തികൾ കാണും കേട്ടോ. ഭയപ്പെടരുത്. കർത്താവ് എൻ്റെ ഒരു സ്പൈനൽ കോഡിന് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് എപ്പോഴും പറഞ്ഞോണം. കർത്താവാണ്. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഇന്ന് നമ്മുടെ ചുരുക്കം സാക്ഷ്യങ്ങളെ പറഞ്ഞുള്ളൂ. നാളെ നമുക്ക് വിശദമായിട്ട് കേൾക്കാം. പറഞ്ഞു. ഹലോ ബ്രദർ. പറഞ്ഞു. പിന്നെ നമ്മൾ സുകുമാരൻ പറഞ്ഞ വ്യക്തി നമ്മൾ വെന്റിലേറ്ററിൽ കിടന്ന് സംസാരിക്കാണ്ടായിരുന്നു. ഒരു 10-20 ദിവസം മുമ്പ് അങ്ങനെ ആയിരുന്നാണ് അസുഖം. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ പോയി കിടപ്പന്നായിരുന്നു. ശ്വാസം മുട്ടലൊക്കെ ആയിരുന്നു. പിന്നെ ഹോസ്പിറ്റലിനൊക്കെ ഡിസ്ചാർജായി വീട്ടിൽ വന്ന ശേഷം ആള് കിടപ്പിൽ തന്നെയാണ്. പിന്നെ യൂറിനൊക്കെ ഒരു നോർമലായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ ആ വ്യക്തി ഒന്ന് പോയി കാണാൻ പറഞ്ഞു. 86 വയസ്സാണ്. അപ്പൊ ഇന്നലെ ഞാൻ കാണാൻ പോയി. അതുപോലെ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരുടെ രോഗം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവരത് ഇത്ര ദിവസം അവര് വെളിപ്പെടുത്തിയിട്ടില്ല. സ്ട്രോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 86 വയസ്സായപ്പോ സർജറി ആൻജിയോ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഡോക്ടർ. ഈ ഏജ് ആയില്ല. അപ്പൊ ഞാൻ നന്നായി ഒന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെന്റിലേറ്ററിലെ ആള് സംസാരിച്ചതും ഡോക്ടറെ അതിശയപ്പെട്ടു പോയി. സംസാരിച്ചു, കണ്ണു തുറന്നതും. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതമാണ് നടന്നത്. ഇന്നിപ്പോ ഇന്നലെ ഞാൻ കൈവച്ച് പോയി പ്രാർത്ഥിച്ചു. കയ്യും കാലും നെറ്റിയിലെല്ലാം പിടിച്ച് നന്നായി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നെ അറിയോ ചോദിച്ചു. അറിയില്ല എന്നും പറഞ്ഞു. അങ്ങനെയുള്ള വ്യക്തി ഇന്ന് രാവിലെ ചെയറിൽ എണീറ്റ് വന്നിരുന്നു. TV കാണാൻ തുടങ്ങി. വലിയൊരു അനുഗ്രഹമാണ് അവിടെ കൊടുത്ത്. 2 ആൾ പിടിക്കേണ്ട വ്യക്തിയായിരുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു സാക്ഷി. പറഞ്ഞ പോലെ തന്നെ വെന്റിലേറ്ററിൽ കിടന്ന രോഗിയെ പ്രാർത്ഥിച്ചു. ആ വ്യക്തി ഡോക്ടർ പോലെ അതിശയത്തിൽ എണീറ്റ് വന്ന് സംസാരിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ തന്നെ ആരും തിരിച്ചറിയത്തില്ലായിരുന്നു. ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ വ്യക്തി 2 പേര് കൂടി പിടിച്ചു നടക്കേണ്ട വ്യക്തി തന്നെ നടന്നു വന്ന് അവിടെ ഇരിക്കാനും കസലിരിക്കുവാനും തിരിച്ചറിയാനും തുടങ്ങി. അത് വലിയൊരു സാക്ഷ്യമാണ്. അപ്പം നിങ്ങളൊരു പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടോ? നിങ്ങളത് പ്രാർത്ഥിച്ചപ്പോൾ ആ വെന്റിലേറ്ററിൽ നിന്ന് മരണത്തിലേക്ക് പോകേണ്ട വ്യക്തി ജീവനിലേക്ക് മടങ്ങി വന്നു. ആമേൻ. ഇതേപോലെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളൊരു മടി കാണിക്കണം. നിങ്ങൾ ആദ്യമൊക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു തവണ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കണ്ടില്ലെങ്കിൽ പിന്നെയും ചെല്ലും. നമുക്ക് എന്ത് ഉദ്ദേശിക്കുന്നത്? കർത്താവാണ് പ്രതിഫലം തരുന്നത്. ദൈവം ചിലപ്പോൾ പിന്നെയും അവിടെ ചെന്നാൽ വചനം പറയാൻ വേണ്ടി അവന് കൂടുതൽ പിന്നെയും വചനത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. കുറച്ചും കൂടെ അവൻ വചനം കേൾക്കാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പിന്നെയും ചെല്ലണം. മടുത്തു പോകരുത്.
കർത്താവാണ് നമ്മുടെ വേലയ്ക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുക, സൗഖ്യം കാണുന്നത് വരെ ചെയ്യുക. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഒരു സാക്ഷ്യം പറഞ്ഞാട്ടെ. ഞാൻ അടുത്ത ഒന്ന് രണ്ട് സാക്ഷ്യം നമുക്ക് ഒരു പെട്ടെന്ന് പറയാം. 87 വയസ്സായ ഒരു അമ്മ നമ്മളെ വീട്ടിന്റെ അടുത്താണേ. ആ അമ്മ ഡെയിലി ഇതുപോലെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് വരും, കൊണ്ടുപോകും. അപ്പൊ അത് ലിക്വിഡായിട്ട് വെള്ളം ഓക്സിജൻ ട്യൂബ് കൂടെയാണ് മൂക്കിൽ കൂടി വെച്ച് അങ്ങനെ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കട്ടെ ചോദിച്ചപ്പോ അതൊക്കെ പറ്റിക്കലാണോ പറഞ്ഞു. ഞാനൊന്നും വിശ്വസിക്കാനേ പോയില്ല. മനസ്സിൽ അവരങ്ങനെ തോന്നിയതാണ്. ഞാൻ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ചു വന്നു. പിന്നെ വീട്ടിലിരുന്ന ദിവസം ഞാൻ ആ അമ്മയ്ക്ക്, വത്സല എന്നാണ് പേര്, ആ അമ്മയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മിനിയാന്ന് ഞാൻ കാലത്ത് 4 മണിക്ക് സെറ്റിപ്പാല് വാങ്ങാൻ വന്നപ്പോ ആ വീട്ടിലെ ഹോം നഴ്സ് അവിടെ ഉമ്മറ തൂത്തുവാരായിരുന്നു. ആ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു പറഞ്ഞു. അമ്മപ്പ സ്പൂണ് കൊണ്ടപ്പം ഭക്ഷണമാകും കോരി കൊടുക്കുന്നത് ട്യൂബും എടുത്തു നോക്കുന്നു പറഞ്ഞു. വലിയൊരു അനുഗ്രഹമാണ് ആ അമ്മയ്ക്ക് കൊടുത്തത് ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും അതും വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതേപോലെ കിടപ്പുരോഗങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബത്തിൽ നിങ്ങൾ പോയി വിസിറ്റ് ചെയ്തവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ സമയത്ത് ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. നിങ്ങൾക്കിതുപോലെ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടും, നിങ്ങളിലൂടെ വെളിപ്പെടും. അപ്പോൾ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തും ദൈവം. കർത്താവ് ഇത് ചെയ്യും. ഞാനിപ്പോൾ ഒരു വാക്ക് നിങ്ങൾ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് അവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വിതയ്ക്കുവാൻ പിന്നെയും കർത്താവ് അവസരങ്ങളെ തുറക്കട്ടെ. കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിതച്ചവർക്കെല്ലാം മറുപടി കൊടുക്കാൻ കഴിയത്തില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് അവരെ ബ്ലസ് ചെയ്യുന്നു. കേട്ടതുപോലെ ഇതെല്ലാം കർത്താവിൻ്റെ വേലയ്ക്കാണപ്പ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണല്ലോ അപ്പ. സുവിശേഷത്തിന് വേണ്ടി എന്തു ചെയ്താലും അതിനെല്ലാം പ്രതിഫലം ഉണ്ടല്ലോ. ഈ ദിവസങ്ങളിൽ ഒരു നന്മ വിതയ്ക്കുമ്പോൾ ഔദാര്യമായിട്ടല്ല, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഔദാര്യമല്ല, ദൈവം എനിക്ക് തന്ന നന്മയിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നതാണ്. ഇത് ഔദാര്യമല്ല, എനിക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ദൈവം എൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞാൻ വിതയ്ക്കുമ്പോൾ ഇതിനും എനിക്ക് പ്രതിഫലം തരുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് ഇത് നഷ്ടമല്ല. ഇത് നിമിത്തം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, സുവിശേഷം അറിയിക്കുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ അത് എനിക്ക് അനുഗ്രഹമായി തീരുന്നു. കർത്താവ് ഞങ്ങളെന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ വിതച്ചവരെ ബ്ലസ് ചെയ്യുന്നു. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. അത്ഭുതകരമായി തന്നെ ദൈവം പ്രവർത്തിക്കുന്നല്ലോ, അത്ഭുതകരമായി പ്രവർത്തിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയാത്തവർക്ക് നാളെ നമ്മൾ സാക്ഷ്യം പറയാൻ സമയമുണ്ട്. നാളെ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഇച്ചിരി നേരത്തെ ആയിരിക്കും. ഈ 9 എന്നുള്ളത് ചിലപ്പോൾ 8:30 ആരംഭിക്കുന്നത്. ചിലപ്പോൾ ഞാനത് മെസ്സേജ് അയക്കും നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പോൾ 8:30 മുതലേ ലിങ്ക് വർക്കാകത്തുള്ളൂ എന്തായാലും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ ഫെബ്രുവരി നടക്കാൻ പോകുന്ന മീറ്റിങ്ങിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ പിന്നെ ഇതുപോലെ അയച്ചു കൊടുക്കുക. ഞാൻ കാണിക്കുന്ന നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുക. അവർ നിങ്ങൾ കളക്ട് ചെയ്ത് നമ്മളൊക്കെ എനിക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങൾ അയക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ അയക്കുക. ഈ നമ്പറിലേക്ക് സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹോളുകൾക്ക് വേണ്ടിയൊക്കെ പറയാം. നമുക്ക് ഹോളുകൾ എല്ലാം ഒത്തു വരണം. അതെല്ലാം ഒരു ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ആ ഹോളുകളൊക്കെ ഏറ്റവും നല്ല ഹോള്, നമുക്ക് എല്ലാവർക്കും വന്ന് ചേരാൻ കഴിയുന്ന സൗകര്യപ്രദമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഹോളുകളായിക്കോട്ടെ, ഓഡിറ്റോറിയങ്ങളായിക്കോട്ടെ, അതൊക്കെ ലഭിക്കണം. അത് നമുക്ക് കർത്താവ് എല്ലാം ദേശത്ത് പട്ടണത്തിലൊക്കെയും അനുഗ്രഹമായി തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. സാക്ഷ്യം മിസ്സാക്കരുത്. പിന്നെയും നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ള കാര്യം, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ പിന്നെയും കർത്താവിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ബലവും ധൈര്യവുമൊക്കെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. ലൈവ് ഞാനിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് പിന്നെയും കാണാം. നിങ്ങളും ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളവരാണ്. ഒരുമിച്ച് കൂടാൻ പറ്റുന്നില്ലെങ്കിലേ ഉള്ളൂ. പിന്നീട് നിങ്ങളിത് കേൾക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടായ്മ ആചരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എന്താണ് വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാവരും പ്രഖ്യാപനങ്ങൾ ഏറ്റുപറഞ്ഞാട്ടെ. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന വചനത്താൽ